നമസ്കാരം. എന്താണ് വാസ്തവം ഈ പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലബോംബാണ് മുല്ലപ്പെരിയാർ ഡാം. ഓരോ മൺസൂൺ സീസണും ഓരോ തവണ കൊടിയ മഴ പെയ്യുമ്പോഴും കേരളത്തിൻ്റെ നെഞ്ചിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൻ്റെ നെഞ്ചിൽ ഇടുത്തിയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവരുടെ മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു വാളായി, ഒരു ജലബോംബായി മുല്ലപ്പെരിയാർ നിൽക്കുന്നു. 126 വർഷത്തിലധികം പഴക്കമുള്ള ആ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പണിത ഈ ഡാമുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ, വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളാണ് മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ മൺസൂൺ കാലയളവിൽ കേരളത്തിൽ അരങ്ങേറുന്നത്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ യഥാർത്ഥ വാസ്തവം എന്താണ്? കേരളത്തിലെ ജനങ്ങളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയത് ആരാണ്? അതിനു പിന്നിലെ ചില രാഷ്ട്രീയ കളികൾ, ചില സ്വാർത്ഥ താല്പര്യങ്ങൾ എന്തെല്ലാമാണ്? ഇതിൻ്റെ എല്ലാം വാസ്തവമാണ് ഇന്ന് എന്താണ് വാസ്തവം ഞങ്ങളുടെ ഈ ടീം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ, സണ്ണി. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ മഴ പെയ്യുമ്പോൾ മാത്രം ചർച്ചയാക്കപ്പെടുന്ന ഒരു പ്രതിഭാസമായിട്ട് ഈ മുല്ലപ്പെരിയാർ ഡാം പലപ്പോഴും മാറുകയാണ്. നമുക്കറിയാം, 2018 2019 ഒരു കൊടിയ മഴ എത്രത്തോളം ദുരിതം കേരളത്തിൽ വിതയ്ക്കാമെന്നതിൻ്റെ ഒരു നേർചിത്രം നാം കാണുകയുണ്ടായി. നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ പല ആംഗിളൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഡാമുമായി ബന്ധപ്പെട്ട ചരിത്രം, അതിൻ്റെ ഒരു പാട്ടക്കരാറ്, അതിൻ്റെ ചില ഉള്ളുകളികളൊക്കെ ഉണ്ട്. അതിൽ ബ്രിട്ടീഷുകാർ, അന്നത്തെ കൊളോണിയൽ ഭരണ സംവിധാനം, അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവിനെ ചതിച്ച ചില കളികളൊക്കെ ഉണ്ട്. അതിന് മുമ്പ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഈ ഒരു ഘട്ടത്തിൽ ചർച്ചയ്ക്കെടുക്കുന്നത്? ജനങ്ങളെ പേടിപ്പിക്കാനാണോ, അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു ആശങ്ക, അല്ലെങ്കിൽ പലരും പങ്കുവെക്കുന്ന ആശങ്കയുടെ ഒരു വാസ്തവം? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡാം തകർന്നു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന ഒരു ദുരിതാവസ്ഥ, അതിൻ്റെ ഒരു ഭീകരാവസ്ഥ, ആ ഒരു പോയിന്റ് ആദ്യം ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് വളരെ വിശദമായിട്ടുള്ള ഏകദേശം 1885 മുതലുള്ള ഇതിൻ്റെ ഈ നിർമ്മാണ കാലയളവ്, അതിനു മുമ്പും അതിൻ്റെ ചില നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളുണ്ട്, ആ കാലയളവ് മുതലുള്ള ചരിത്രം അതിനുശേഷം നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു ഡാം തകർന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, പലരും ആശങ്കപ്പെടുന്നത്, വളരെ ലോക ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്ത വളരെ കൊടിയ ഒരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയ്ക്ക് തന്നെയായിരിക്കുമെന്നത് വാസ്തവമാണ്, വളരെ വാസ്തവമാണ്. കാരണം നമുക്ക് ഈ മുല്ലപ്പെരിയാർ ഡാം, നമുക്കറിയാം, ഈ പശ്ചിമഘട്ടത്തിൽ നിന്നും വരുന്ന ഈ മുല്ലപ്പെരിയാർ ആ ഒരു പുഴയെ തടഞ്ഞു നിർത്തി അതിൻ്റെ ഓർക്കുക, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട് സണ്ണിപ്പീറ്റ്. അതായത് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഈ പെരിയാറിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ അത് വഴിതിരിച്ചു വിട്ടാണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതായത് പെരിയാർ വെസ്റ്റേൺ ഘട്ടിൽ നിന്നും ഉത്ഭവിക്കുന്നു, അത് അറേബ്യൻ സീയിലേക്ക് ചെന്ന് പതിക്കുന്നു. അങ്ങനെ പതിക്കുന്ന നദിയുടെ ഒഴുക്ക് തിരിച്ചുവിട്ട് അത് ബേ ഓഫ് ബംഗാളിലേക്ക് അതിന്റെ ഒഴുക്ക് തിരിച്ചുവിട്ടാണ് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഡാം തകർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യുഎന്നിന്റെ ട്രീറ്റിക്ക് അടക്കം നിരക്കാത്തതാണ്. റിയോ കൺവെൻഷൻ. കാരണം നദിയുടെ സ്വാഭാവിക ഒഴുക്ക് തടയരുത് എന്നുള്ള ഒരു കരാറുണ്ട്. ഇന്ത്യയും അതിൽ സിഗ്നറ്ററിയാണ്. മുല്ലപ്പെരിയാർ ഡാം പണിതതിനു ശേഷമാണ് ഈ കരാറൊക്കെ പ്രധാനപ്പെട്ട. പക്ഷേ ഇങ്ങനെ കാരണം പുതിയൊരു ഡാം വന്നു കഴിയുമ്പോൾ ഇനി എങ്ങനെ നമ്മൾ അങ്ങനെ ആ ആംഗിളിലെല്ലാം ചിന്തിക്കാൻ പോകുമ്പോൾ ഇപ്പൊ ചെയ്തേക്കുന്ന പോലെ ഈ നദിയെ തിരിച്ചു വിടുന്ന ഒരു പ്രോസസ്സ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്രത്തോളം വാലിഡ് ആകും എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമുക്ക് സണ്ണി, ഈ പറയുന്ന പോലെ ഈ ഡാം തകർന്നു, അതായത് ഈ ഡാം തകരാനുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. പല പഠന ഏജൻസികളും ചൂണ്ടിക്കാണിക്കും. ഒന്ന്, ഭൂകമ്പ സാധ്യത. രണ്ട്, വളരെ സാധ്യത വളരെ കൂടിയൊരു പ്രദേശമാണ്, സെസ്മിക്കലി ആക്റ്റീവ് ആയിട്ടുള്ളൊരു സോണാണ്. ഒപ്പം തന്നെ ഈ റിക്ടർ സ്കെയിലിൽ 5-ന് മുകളിൽ പോയാൽ എപ്പോ വേണമെങ്കിലും തകരാമെന്നും പറഞ്ഞിട്ടുണ്ട് വിദഗ്ധ റിപ്പോർട്ടുകളുണ്ട്. ഈ ഭൂകമ്പത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ 2009 മുതൽ നമ്മൾ ഈ 2023 വരെയുള്ള കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായ ചെറുതും വലുതുമായിട്ടുള്ള ഭൂകമ്പങ്ങളുണ്ട്, ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ 2009 ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഈ ഒരു 2.4 റിക്ടർ സ്കെയിലിൽ തീവ്രതയുള്ള ഭൂകമ്പമായിരുന്നു. പക്ഷേ ഈ 2022-21 കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് 3.2 എത്തുന്നു. കൂടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ഭൂകമ്പത്തിന് സാധ്യത. മറ്റൊരു സാധ്യതയാണ് വളരെ പെട്ടെന്നുള്ള ഈ ഒരു മഴവെള്ളത്തിന്റെ ഒരു തള്ളിച്ച. അതെ, ഇടുക്കി ജില്ലയിലെ ഒരു താലൂക്കിനെ മാത്രം അല്ലെങ്കിൽ 8-10
പഞ്ചായത്തുകളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഇത് പലപ്പോഴും ചുരുങ്ങിപ്പോകുന്നു. അത് ഒരുപക്ഷെ ഈ മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കുന്ന അവിടം തൊട്ട് ഈ അയ്യപ്പൻ കോവിൽ വരെ എന്ന് പറയുന്ന അവിടം വരെ, അല്ലെങ്കിൽ ഉപ്പുതറ വരെ വരുന്ന ആ പ്രദേശത്തെ പെരിയാറിന്റെ നദീതീരത്ത് താമസിക്കുന്ന ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് പലപ്പോഴും ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. അവർക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആശങ്കയുമുള്ളത്. അവർക്ക് ആശങ്കപ്പെടുന്നതിന് കാരണങ്ങളും ഉണ്ടാകും. അതെ, ഞാൻ പോവുകയും ചെയ്തിരുന്ന ആളാണ്. പക്ഷെ അതല്ല, ഇത് ഈ ഡാമിന് എന്തെങ്കിലും ഒരു തകരാർ സംഭവിച്ചാൽ അത് ഇടുക്കിയിൽ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പ്രശ്നമല്ല. അത് കേരളത്തിലെ സാമ്പത്തിക സാമൂഹിക ഘടനയെ ഗൗരവമായി ബാധിക്കും എന്ന ഒരു ഗൗരവം നമ്മുടെ ഭരിക്കുന്ന സർക്കാരുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികളും എടുക്കുന്നില്ല എന്നതാണ് ഒരുപക്ഷെ ഇടുക്കിയിലുള്ളവർക്കും അവിടെയുള്ള ജനസമൂഹത്തിനും ഒക്കെ തോന്നുന്ന ഒരു കാര്യം ആയിട്ട് തോന്നുന്നത്. കറക്റ്റാണ് റോബിൻ. അതായത് ഇപ്പം ഈ ഡാം തകർന്നു, ഇപ്പം നമ്മൾ പറഞ്ഞു എർത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട്. 2, പെട്ടെന്നുണ്ടാവുന്ന പ്രളയം. അത് കേരളത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം 2018-ലും 2019-ലും കണ്ട മേഘവിസ്ഫോടനം പോലുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ പെട്ടെന്നുള്ള ഒരു പ്രളയം. മൂന്നാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഈ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തുള്ള മലനിരകളിൽ പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഫലമായി പെട്ടെന്നൊരു വെള്ളത്തിന്റെ ഒരു മലവെള്ള പാച്ചിൽ, അതിന്റെ ഫലമായും ഈ ഡാമിന് തകരാർ സംഭവിക്കുക. അപ്പോൾ 3 സിനാരിയോയാണ് മുമ്പിലുള്ളത്. അപ്പോൾ ഈ ഡാമിന്റെ ഈ ജലനിരപ്പ് ഒരു 136 അടിയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സിനാരിയോ സംഭവിച്ചു കഴിഞ്ഞാൽ ഡാം തീർച്ചയായും തകരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഈ IIT റൂർക്കി, ഒപ്പം തന്നെ IIT ഡൽഹി പോലുള്ള വലിയ ഏജൻസികളൊക്കെ കൃത്യമായിട്ട് തന്നെ പഠനം നടത്തിയിട്ടുള്ളൂ. ഒപ്പം തന്നെ ഈ 1979-ലൊക്കെ ഈ CWC ആ കാലഘട്ടത്തിൽ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ശക്തമായ കാലഘട്ടത്തിൽ CWC ചൂണ്ടിക്കാണിച്ചു. നമ്മൾ ഈ പറയുമ്പോൾ ഈ തമിഴ്നാട് ഈ ഡാമിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻട്രസ്റ്റ് എടുക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡാമിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് തമിഴ്നാട്ടിലെ 5 ജില്ലകളിലും ഇറിഗേഷൻ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഡാം ലൊക്കേറ്റ് ചെയ്യുന്നത്, ഈ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ അത് കൃത്യമായിട്ട് തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നത് 96% ലൊക്കേറ്റ് ചെയ്യുന്നത് കേരളത്തിലാണ്. ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. ഈ വെള്ളവും അതുമായി ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ഉത്പാദനമാണ് ഈ തമിഴ്നാട് വിട്ടുകൊടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും തമിഴ്നാട് ഏകദേശം 50,000 കോടിക്ക് മുകളിൽ കാർഷിക മേഖലയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞൊരു വർഷം. 400 കോടിക്ക് മുകളിൽ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ തമിഴ്നാടിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ഹ്യൂജ് ഫിഷാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് ഏതൊരു രീതിയിലും നിലനിർത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു ഡു ഓർ ഡൈ സംഗതി. കാരണം അത്രയ്ക്ക് വരുമാനം കിട്ടുന്ന ഒരു സ്രോതസ്സാണ്. അതിനവർ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. 10 ലക്ഷം കൊടുത്തിട്ടാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ ഒരു ലാഭം അവർക്ക് കിട്ടുന്നത്. ഈ 10 ലക്ഷം എന്ന് പറയുമ്പോൾ ഈ 8,000 ഏക്കർ, അതായത് ഈ ഡാം സ്ഥിതി ചെയ്യുന്ന കാച്ച്മെന്റ് ഏരിയയുടെ 8,000 ഏക്കർ, പെർ ഏക്കർ എനിക്ക് തോന്നുന്നു 10 രൂപ. ഒപ്പം തന്നെ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി പെർ കിലോവാട്ട് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ടോട്ടൽ അപ്പോൾ ഒരു ഇയർലി കൊടുക്കേണ്ടത്, കേരളത്തിന് കൊടുക്കേണ്ടത് 10 ലക്ഷം. ചിലരൊക്കെ പറയാറുണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ ഈ വലിയ രീതിയിൽ ദുരന്തം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ഈ 2010 അവകാശപ്പെടുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം സണ്ണിക്ക് പ്രത്യേകിച്ച് കൃത്യമായിട്ട് അറിയാം, ഈ ഡാം തകർന്ന് ഈ ഇടുക്കി ഡാമിലേക്ക് എത്താൻ ഏകദേശം 35 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ താമസിക്കുന്ന ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 1 lakh ആണ് അല്ലെ? ആ പ്രദേശങ്ങളെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഇത് ഈ മുല്ലപ്പെരിയാറിന്റെ ഒരു ഗൗരവമായ ഒരു ചർച്ച നടക്കുമ്പോൾ നാം കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം കരുതുന്നത് ആ ഡാം തകർന്നു കഴിഞ്ഞാൽ അത് നേരെ വെള്ളം ഈ പെരിയാറ്റിൽ കൂടി ഒഴുകി നേരെ ചെറുതോണി ഡാമിലേക്ക് വരും, അവിടെ സേഫായിട്ട് അവിടെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്നാണ് പലപ്പോഴും നമ്മൾ ഈ ചർച്ചകളിലൊക്കെ ഉയരുന്ന ഒരു കാര്യം. പക്ഷേ ഈ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതേ രീതിയിൽ തന്നെ വെള്ളം ഈ നേരെ പെരിയാറ്റിലേക്ക് തന്നെ വരണമെന്നില്ല. വഴിക്കടവ് വഴി നേരെ ഇപ്പോൾ വരുന്ന ആ റൂട്ടിൽ കൂടി തന്നെ വരണമെന്നില്ല. ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഈ വലിയ മലവെള്ളപ്പാച്ചിലാണ് വരാൻ പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുക 50-100 അടി ഉയരത്തിലായിരിക്കും. അത് ഏത് വഴിക്കാണ് പോകുന്നത്, ചിലപ്പോൾ ആ വഴി അങ്ങ് തിരിഞ്ഞങ്ങ് പോകാം. അങ്ങനെ വരുമ്പോൾ ആ പ്രദേശം തന്നെ അങ്ങ് പൂർണ്ണമായിട്ട് ഒലിച്ചങ്ങ് പോകും. അവിടെയുള്ള ആളുകള്, വീടുകള്, ജനങ്ങള്, അവിടെ കൃഷിസ്ഥലങ്ങള് എല്ലാം നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മളെല്ലാം കണക്ക് കൂട്ടുന്നതും ഇപ്പൊ എല്ലാവരും പറയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ അത് നേരെ വഴിക്കടവിൽ, അവിടുന്ന് അതിന്റെ ഒരു ഘടന എന്ന് പറയുന്ന തൊട്ടടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത് വഴിക്കടവാണ്. ഈ വഴിക്കടവിലേക്ക് വരും, ആ ചപ്പാത്തിന്റെ അങ്ങോട്ട് വരും. തുടർന്ന് ഒരു പെരിയാർ നദിയിൽ കൂടി വെള്ളം ഒഴുകി നേരെ ഇടുക്കിയിലെ ചെറുതോണി ഡാമിലേക്ക് വരും എന്നതാണ് നമ്മളെല്ലാവരും കണക്ക് കൂട്ടുന്നത്. ഒരുപക്ഷെ അങ്ങനെ വന്നേക്കാം, ഡാമിന് സംഭവിച്ചാൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യമുണ്ട്, അതിനകത്ത് 15 TMC വെള്ളമായിരിക്കും വരുന്നത്. അതപ്പോ ഈ നമുക്കറിയാം പലപ്പോഴും ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ പലപ്പോഴും വിവിധ രാജ്യങ്ങൾ സംഭവിച്ചപ്പോഴും
ഈ ദിശയിൽ തന്നെ പോകണമെന്നില്ല. അത് പോകുന്ന വഴിക്ക് ചിലപ്പോൾ അങ്ങനെ അങ്ങ് പോകും. പിന്നീട് അത് വലിയ നദി പോലെ അങ്ങ് ആവും. ഇപ്പൊ നിലനിൽക്കുന്ന പെരിയാർ നദീനേക്കാളും വലിയ നദിയായിട്ടൊക്കെ ചിലപ്പോൾ അങ്ങ് ഒഴുകി പോകാം. പക്ഷെ ഈ ഇടുക്കി ഡാമിന് ഇത് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വസ്തുത. കാരണം ഈ ചെറുതോണി ഡാമും ഇടുക്കി ഡാമും നല്ല നിലയിൽ നിൽക്കുന്ന ഒരു ഡാമാണ്. പക്ഷെ കുളമാവ് ഡാം എന്ന് പറയുന്നത് അത്രമാത്രം അതിൻ്റെ അടിസ്ഥാന ഘടനയും അതിൻ്റെ നിർമ്മാണവും ഒന്നും അത്രമാത്രം ഒരു സാങ്കേതികത്വം നിറഞ്ഞ സ്ഥലത്തല്ല. തന്നെയുമല്ല അതിൻ്റെ അടിത്തറ അല്ല ആ ഭൂപ്രദേശം എന്ന് പറയുന്നത് വലിയ മണ്ണിന് വലിയ ഉറപ്പുള്ള സ്ഥലത്തുമല്ല. ഈ കുളമാവ് ഡാം മണ്ണിട്ടയാന്നാണ് പറയുന്നത്. മാത്രമല്ല ഇടുക്കി തൊടുപുഴ ടു ഇടുക്കി ആ പ്രധാനപ്പെട്ട പാത കടന്നു പോകുന്നത് ഭാരവണ്ടികളൊക്കെ കടന്നു ഡാമിന്റെ മുകളിൽ കൂടിയാണ്. അപ്പോൾ ഈ കുളമാവ് ഡാം ഈ വരുന്ന വെള്ളം താങ്ങണമെന്നില്ല. അപ്പൊ ഈ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടുന്ന് കുത്തിയൊലിച്ചു വരുന്ന ജലം ഈ കുളമാവ് ഡാം താങ്ങുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ പ്രദേശമായിരിക്കും ഒരു പക്ഷേ നഷ്ടപ്പെടാൻ പോകുന്നത്. അതിനകത്ത് വേറൊരു കാര്യമുണ്ട് റോബിൻ സണ്ണി. അതായത് ഈ പറയുന്നത് പോലെ ഈ മുല്ലപ്പെരിയാറിന്റെ ഡാം, അത് ഈ ഡാം എന്ന് പറഞ്ഞ ഒരു ഡാമിലെ വെള്ളത്തിന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ എനർജി ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ആയിട്ട് രൂപാന്തരപ്പെടുന്നു. നമ്മളറിയ ഒരു തവണയിൽ നിന്ന് ഈ കല്ലൊക്കെ തൊടുത്തുവിടുന്ന ആ ഒരു ഇതായിരിക്കും. അതായത് വെള്ളം അസ്ത്ര വേഗം കണക്കെ ഈ ഇടുക്കി ഡാമിലേക്ക് എത്തുന്നു. ഒരു പക്ഷേ ഈ ഇടുക്കി ഡാമിന്റെ ആർച്ച് ഡാം പ്രധാനപ്പെട്ടതാണ്. അതായത് വളരെയധികം ശക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്ന ആർച്ച് ഡാം, അതിന് ഒരു പക്ഷേ ഈ വെള്ളപ്പാച്ചിലെ തടഞ്ഞു നിർത്താൻ സാധിച്ചേക്കാം. പക്ഷെ ഈ വെള്ളത്തോടൊപ്പം എത്തിച്ചേരുന്ന ചില സംഗതികളുണ്ട്. കല്ലും മരങ്ങളും ഉണ്ട്. കാരണം നൂറുകണക്കിന്, അതായത് നൂറ്റാണ്ടിലധികമായിട്ട് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി, ഒപ്പം തന്നെ ഈ പാറക്കഷ്ണങ്ങള്, ഈ മരങ്ങള്, അവശിഷ്ടങ്ങൾ, വീടിന്റെയും കെട്ടിടത്തിന്റെയും അവശിഷ്ടങ്ങൾ. അപ്പോൾ ഇത് ഡാമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഒരു റിയാക്ഷൻ ഉണ്ടാവും. അത് ഈ ഡാമിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്പോസിറ്റ് ഇമ്പാക്ട് ആയിരിക്കും. ആ ഇമ്പാക്റ്റില് ഈ കുളമാവ് ഡാമോ ഈ ചെറുതോണി ഡാമോ അതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇല്ല, ഇതിന്റെ ഉള്ളിൽ വേറൊരു ഫാക്ടറും കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, എന്ത് എനർജി ഉപയോഗിച്ചാണ് ഇത് പൊട്ടപ്പെടുന്നത് എന്നുള്ളൊരു വസ്തുതയുണ്ട്. ഇതിപ്പം ഒരു ടോറൻ, ഒരു ക്ലൗഡ് ബേസ്റ്റില് ഒരുപാട് ജലം വന്നിട്ട് ഇത് പൊട്ടുന്നതാണോ, അതോ ഈ ഭൂകമ്പം വന്ന് പൊട്ടുന്നതാണോ, അല്ലെങ്കിൽ ഇത് മലയിടിഞ്ഞ് വീട് പൊട്ടുന്നതാണ്? ഇത് ഏത് പൊട്ടലാണ് എന്നുള്ളതിന്റെ അനുസരിച്ച് ഇതിന്റെ ഫോഴ്സിന് വ്യത്യാസം വരാം. അതനുസരിച്ച് ഇതിന്റെ വേഗം കൂടാം, ഇതിന്റെ ഈ ഗ്രാവിറ്റി ഓഫ് ഫോഴ്സ് കൂടാം. അതും കൂടെ അനുസരിച്ച് വേണം ശരിക്കും നമ്മൾ പറയുമ്പോൾ ഈ ഇടുക്കി ഡാം വന്ന് ഇത് താങ്ങുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇപ്പൊ ഒരു ക്ലൗഡ് ബേസ്റ്റ് ആണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് ഓവർഫ്ലോ ചെയ്ത് അങ്ങനെ അങ്ങ് പൊട്ടുവാണെങ്കിൽ അതിന്റെ ഫോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കൂടുതലായിരിക്കും. സമയത്ത് ഇടുക്കി ഡാമിലും 90% വെള്ളം ഇടുക്കി ഡാമിലുണ്ടെങ്കിൽ ഏത് സമയത്ത് പ്രവചിക്കാൻ പറ്റത്തില്ല. ഏത് സമയത്ത് ഇത് പൊട്ടുന്നു എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയ ഫാക്ടറാണ്. കാരണം ഇടുക്കി പലപ്പോഴും നമ്മൾ വെള്ളം മാക്സിമം നിർത്തുന്ന ഒരു സ്ഥലമാണ്. കാരണം നമുക്ക് പിന്നീട് വേനൽക്കാലത്ത് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം ഏതവസ്ഥയിൽ ഇത് പൊട്ടുന്നു, എന്ത് ഫാക്ടറാണ് ഇതിനെ പൊട്ടാനുള്ള കാരണമാകുന്നത് എന്നുള്ളത് വളരെ വലിയൊരു ഫാക്ടറാണ്. അതനുസരിച്ച് ശരിക്കും ഇടുക്കി ഇത് താങ്ങി നിർത്താതിരിക്കുമോ എന്നുള്ളത് നമ്മൾ ശരിക്കും ഫാക്ട് ചെക്ക് ചെയ്യേണ്ടത് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് വഴി അത് ചെക്ക് ചെയ്ത് ഓൾറെഡി ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഇടുക്കി താങ്ങി നിർത്തിയാലും ഈ വണ്ടിപ്പെരിയാർ, ഒപ്പം തന്നെ ഈ ഉപ്പുതറ, ചപ്പാത്ത്, വള്ളക്കടവ് അവിടങ്ങളിലൊക്കെ താമസിക്കുന്ന നിലവിലെ 2011 സെൻസസ് അനുസരിച്ച് ഏകദേശം 1 ലക്ഷത്തിന് അടുത്തുള്ള ജനസംഖ്യ അവിടെയുണ്ട്. ഇനി ഇടുക്കി ഡാമിൽ എത്തിക്കഴിയുമ്പോൾ ഈ കേരളത്തിൽ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന 1 ലക്ഷത്തോളം ജനങ്ങൾ മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞിരിക്കും. ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിന്റെ ഒരു ദുരന്താവസ്ഥ എത്രത്തോളം ആയിരിക്കും ചിന്തിക്കാൻ പറ്റത്തില്ല. ഈ മുല്ലപ്പെരിയാറിന്റെ ഇപ്പൊ ഈ പറഞ്ഞ ഈ പെരിയാറിന്റെ ഇരുവശങ്ങളിലും വളരെ തിങ്ങി ജനങ്ങൾ പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ വിചാരിക്കും ഇടുക്കിയിലെ ഒരു മലയോര മേഖല എന്നുള്ള രീതിയിലല്ല. അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ ഒരുപാട് ചെറിയ ചെറിയ നഗരങ്ങൾ, ടൗണുകൾ ഒരുപാട് ഈ പെരിയാർ നദിയുടെ 2 വശങ്ങളിലുമായിട്ടുണ്ട്. ഈ ടൗണൊക്കെ വെച്ചാൽ പെരിയാറിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നത്, ഈ പുഴയോട് തൊട്ട് ചേർന്നാണ് ഉപ്പുതറ ടൗണൊക്കെ ഉള്ളത്. അവിടെയൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ്, നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. ഒരുപാട് കടകൾ ഉണ്ട്, ആശുപത്രികളുണ്ട്, സ്കൂളുകളുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ പുഴയുടെ ഈ പെരിയാർ നദിയുടെ ഇരുവശങ്ങളിലായിട്ടുണ്ട്. ഈ തമിഴ്നാട് ഒരിടയ്ക്ക് മുൻ വർഷങ്ങളിൽ ഈ രാത്രിയിൽ മുന്നറിയിപ്പില്ലാതെ മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിട്ടിരുന്നു. അത് പ്രത്യേകിച്ച് 2018 നമ്മള് ആ സമയത്ത് അപ്പോൾ ഈ രാത്രിയിലൊക്കെ വെള്ളം തുറന്നു വിട്ടപ്പോൾ ആ സമയത്ത് ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുകയാണ് ചെയ്തത്. അപ്പൊ അപ്പോഴൊക്കെ ആ പെരിയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവരുടെ വീടുകളിലൊക്കെ വെള്ളം കയറി അവരെയൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം. വെള്ളം തുറന്നു വിട്ടു, അപ്പോൾ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ. ഇനി ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് പ്രവചിക്കാൻ അതിനുള്ള സമയം പോലും കിട്ടത്തില്ല. നമുക്ക് ഈ വെള്ളം ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇടുക്കി ഡാമിൽ എത്തുന്നു. ഇടുക്കി ഡാമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു സിനാരിയോ, ഈ
ഇടുക്കി ആർച്ച് ഡാം അതിനെ തടഞ്ഞു നിർത്തുന്നു. പക്ഷേ ഇടുക്കി ആർച്ച് ഡാമിൽ ആ വെള്ളം തട്ടിയിട്ടുള്ള ഇമ്പാക്റ്റിൽ ചെറുതോണി ഡാമും കുളമാവ് ഡാമും തകരുന്നു. ആ ഒരു സിനാരിയോ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. ഈ കുളമാവ് ഡാം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൺതിട്ട, നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ ഈ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് വളരെയധികം നിയമ പോരാട്ടം നടത്തുന്ന അഡ്വക്കേറ്റ് റസൽ ജോയ കുളമാവ് ഡാമിന്റെ ആ പരിസരത്ത് നിന്ന് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു അതൊരു 40 അടി താഴ്ചയുള്ള ഒരു മൺതിട്ട മാത്രമാണ്, വലിയൊരു കൊക്ക, ഭാരവണ്ടികൾ ദിവസവും പോകുന്നു, ഇങ്ങനെയൊക്കെ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇമ്പാക്റ്റിൽ ഇനി ഈ വെള്ളം, അതായത് ഇന്ത്യത്തിൽ ഇപ്പോൾ നിലവിലെ നമ്മളൊരു വെള്ളത്തിന്റെ അളവ് പരിശോധിക്കുമ്പോൾ ഈ മുല്ലപ്പെരിയാറിൽ നിന്നും വരുന്ന ഏകദേശം 15 TMC വെള്ളം, ഇടുക്കി ഡാമിൽ ഏകദേശം നമുക്കൊരു 70 TMC വെള്ളം ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. അതിന്റെ ഏകദേശം ഒരു 90% അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റിയിലാണ് ഈ ഇമ്പാക്ട് വരുന്നതെങ്കിൽ, അപ്പോൾ ഈ പറയുന്ന ഏകദേശം 100 TMC എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ 100 TMC വെള്ളം അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായി മാറുന്നു. അതൊരു അസ്ത്രം കണക്കെ ചെറുതോണി ഡാമിലും കുളമാവ് ഡാമിലും ആഞ്ഞടിക്കുന്നു. ഈ കുളമാവ് ഡാം പിന്നെ നമുക്ക് സംഭവിക്കുന്നത് ഈ സാധ്യത എന്ന് പറയുന്നത് കിലോമീറ്ററോളം ദൂരത്തിലേക്ക് തെറിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ ഈ തോക്കിൽ നിന്നൊക്കെ ഈ ബുള്ളറ്റ് പോകുന്നത് പോലെ തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇനി അതിനുശേഷം നമുക്കറിയാം ഈ കുളമാവ് ഡാമിൽ അതിനെ തകർത്ത് മുന്നേറുന്ന ഈ മലവെള്ള പാച്ചില് പിന്നീട് നമുക്കറിയാം തൊട്ട് അടുത്ത് ഈ മൂലമറ്റം പവർ ഹൗസ് ഉണ്ട്, അതിനെ തകർക്കുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഡാം അതിനുശേഷം വരുന്നത് മലങ്കര ഡാമാണ് അല്ലെ. ആ മുട്ടം ആ റോഡിൽ കൂടി വെള്ളം പോകും, തൊടുപുഴ മലങ്കര ഡാമിനെ തകർത്തെറിയുന്നു. പക്ഷേ ഏറ്റവും ആദ്യത്തെ പട്ടണമുണ്ട് ഇത് ഇമ്പാക്ട് ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട പട്ടണമാണ് തൊടുപുഴ. അപ്പോൾ ഒരു പഠനം പറയുന്നതനുസരിച്ച് തൊടുപുഴക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ തുടച്ചു നീക്കപ്പെടും. ഒരു ചെളിക്കടലായിരിക്കും പിന്നീട് ആ വെള്ളം ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചെളിക്കടലായിരിക്കും. കാരണം 2 ഡാം ഓൾറെഡി തകർന്നു, മുല്ലപ്പെരിയാർ തകർന്നു, കുളമാവ് തകർന്നു, മലങ്കരയും തകർന്നു. പിന്നെ ആ വെള്ളം നമുക്കിനി ആ റൂട്ടൊന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട പട്ടണം എന്ന് പറയുന്നത് മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴ ഈ പറഞ്ഞതുപോലെ ജനസാന്ദ്രത ഏറിയൊരു വളരെ കൂടിയ സ്ഥലമാണ്, 3 പുഴകളുടെ ത്രിവേണി സംഗമമാണ്. അപ്പോൾ ആ പട്ടണവും തുടച്ചു നീക്കപ്പെടും. പിന്നീട് മൂവാറ്റുപുഴയിൽ നിന്നും ഈ വെള്ളം, നമ്മൾ ഈ വെള്ളത്തിന്റെയൊക്കെ ഒഴുക്ക് നമുക്ക് റോബി പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്ന് പ്രവചിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ മലനിരകളിൽ കൂടിയൊക്കെ ഈ വെള്ളം ഒഴുകുമ്പോൾ അതിന്റെ മുമ്പിൽ കാണുന്ന ഈ മലകളെയൊക്കെ തകർത്തെറിഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്ന വെള്ളം ആ റൂട്ടിൽ തന്നെയാണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ലേ. ഒരു മല തകർത്തെറിഞ്ഞാൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും റൂട്ടിൽ കൂടി ആയിരിക്കും പോകുന്നത്. ഇടുക്കി ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നും പ്രവചനാതീതമാണ്. നമ്മൾ ഇത് എതിലേ പോകുമെന്ന് പറയുന്നതിൽ ഒരുപക്ഷെ അത് ഒരു അർത്ഥശൂന്യമായ കാര്യമാണ്. കാരണം ഇടുക്കി ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏകദേശം അത് ഒരു പ്രദേശം അങ്ങ് പോയി എന്ന് കൂട്ടിയാൽ മതി. പിന്നെ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു വസ്തുതയുള്ളത്, ആക്ച്വലി ഇത് രാജ്യത്തിന് ഏറ്റവും നാണക്കേടായിട്ടുള്ള വസ്തുതയാണ്. ഇത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന തമിഴ്നാടിന് ഏറ്റവും നാണക്കേടുണ്ടായ വസ്തുതയാണ്. ഇപ്പം നമ്മൾ ഏറ്റവും ചെറിയൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ചൈനയിലുണ്ടായ ഒരു ബാൻജിയാവോ 25 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടാക്കി, അതും USSR ഉണ്ടാക്കിയതാണ്. USSR ഉണ്ടാക്കി 25 വർഷം കഴിഞ്ഞപ്പോഴത്തേനും അത് പൊട്ടി 61 അണക്കെട്ടുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് മാലപ്പടക്കം പോലെ പൊട്ടി എന്ന് പറയുന്നത്. ഒന്നിനു പുറകെ ഒന്നത് 61 അണക്കെട്ട്, 2 ലക്ഷത്തിന് മുകളിൽ 2.5 ലക്ഷം ആളുകൾ മരിച്ചു. ചൈന പുറത്തുവിട്ടിട്ടില്ല. അതും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പുസ്തകം ഇറങ്ങിയപ്പോഴാണ് അത് അതിന്റെ കണക്ക് പോലും ലോകം അറിയുന്നത്. 23,000 ആളുകൾ സാംക്രമിക രോഗം മൂലം മാത്രം മരിച്ചു. അങ്ങനെ അപ്പം അതുകൊണ്ട് ഇടുക്കി ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ പ്രവചനാതീതമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ മലവെള്ളപ്പാച്ചില് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു സിനാരിയോയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റു സിനാരിയോയ്ക്കും സാധ്യതയുണ്ട്. അപ്പോൾ ഈ വെള്ളം മൂവാറ്റുപുഴ കടന്നു, പിന്നീട് ഈ പറയുന്ന പിറവം മേഖലകൾ, നമ്മൾ ഈ മേഖലകളൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് അതിന്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അതിന്റെ ഒരു സോഷ്യൽ സിനാരിയോ കൂടി ഒന്ന് ചർച്ച ചെയ്യണം. അതായത് ഈ ജനങ്ങൾ വളരെയധികം കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന ജനങ്ങൾ, ഒത്തിരിയധികം ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെ ആ മേഖലകളിലുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം കോതമംഗലം പോലുള്ള മേഖല യാക്കോബ സഭയ്ക്ക് വളരെയധികം പ്രാമുഖ്യമുള്ള പ്രധാനപ്പെട്ട ദേവാലയങ്ങളുണ്ട് കോതമംഗലം. ഒപ്പം തന്നെ ഇടുക്കി നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും, ഒപ്പം തന്നെ ക്രൈസ്തവ ദേവാലയങ്ങൾ മാത്രമല്ല മറ്റ് സമുദായങ്ങളുടെയും ഹൈന്ദവ ദേവാലയങ്ങളും ഒക്കെ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കുളമാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ആദ്യം വരാൻ പോകുന്നത് തൊടുപുഴയിലേക്കാണ്. അതിന് മോറ്റർ വരും, അത് കഴിഞ്ഞ് പിറവം, അത് കഴിഞ്ഞ് വൈക്കം. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഈ പുഴയോട് ചേർന്നാണ് ഈ നഗരങ്ങളെല്ലാം വളർന്നു വന്നിരിക്കുന്നത്. ഇപ്പൊ തൊടുപുഴയാണെങ്കിൽ അതേ നമുക്ക് ടൗണിന്റെ ഹൃദയഭാഗത്തു കൂടിയാണ് നദി കടന്നു പോകുന്നത്. മോറ്റോഴയുടെയും ഹൃദയഭാഗത്തു കൂടിയാണ്. പിറവത്തിന്റെയും ഈ 2 വശങ്ങളിലാണ് നഗരം വളർന്നു വന്നിരിക്കുന്നത്. വൈക്കം ആ ഭാഗത്ത് വരുമ്പോഴെല്ലാം തന്നെ ഈ നദിയാണ്, ഈ നദിയുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഈ പ്രദേശം എല്ലാം വളർന്നു വന്നിരിക്കുന്നത്. അവിടെ വീടുകൾ മാത്രമല്ല, ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്, കോളേജുകളുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, അതോടൊപ്പം തന്നെ ആശുപത്രികളുണ്ട്,
അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ വളർന്നു ഗവൺമെന്റ് വന്നിട്ടുണ്ട്. സ്ഥാപനങ്ങളുണ്ട്. സർക്കാർ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് നിരവധി അമ്പലങ്ങൾ. ഇപ്പൊ മോറ്ററ പോലെയുള്ള സ്ഥലങ്ങൾ അറിയാം, ഈ പുഴയോട് ചേർന്ന് തന്നെയാണ് ഈ ഇരുവശങ്ങളിലും നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രൈസ്തവ ദേവാലയങ്ങൾ നിരവധിയുണ്ട്. പ്രമുഖമായിട്ട് ഒരുപാട് ദേവാലയങ്ങൾ. ഇപ്പൊ പെറോം പള്ളിയൊക്കെ നമുക്കറിയാം, അതിന്റെ സ്റ്റെപ്പ് ഇറങ്ങുന്നതിനെ പുഴയിലേക്കാണ്. അങ്ങനെ ഒരുപാട് ക്രൈസ്തവ ദേവാലയങ്ങൾ, ആശുപത്രി, അതിനെല്ലാം ഇത് ഗൗരവമായി ബാധിക്കും. ഉണ്ടാകുമോ അവശേഷിക്കുമോ എന്ന് പോലും പറയാൻ കഴിയില്ല. അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും ഇതിനകത്ത് വരാൻ. ശരിക്കും കേരളത്തിലെ മെയിൻ ക്രിസ്ത്യൻ ഹോൾഡിങ്സ് ആയിട്ടുള്ള മേഖലകളും മൊത്തം തകർത്തറിയപ്പെടും. തകർന്നു. അപ്പോൾ ഈ പറയുന്ന വെള്ളം നമ്മൾ പറയുന്നത് പോലെ ഈ പറവം കഴിഞ്ഞു, വൈക്കം കഴിഞ്ഞു, പിന്നെ വെമ്പനാട് കായലിലേക്കാണ്. ഈ വെമ്പനാട് കായലിൽ എത്തിക്കഴിയുമ്പോഴാണ് പിന്നീട് ഈ ആലപ്പുഴ ജില്ലയെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്. ഈ ചേർത്തല പോലുള്ള പ്രദേശങ്ങളൊക്കെ, അതാണ് ഈ ആലപ്പുഴ ജില്ലയിലും ബാധിക്കുമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇനി ഈ ചെറുതോണി ഡാം, നമ്മൾ ഈ 2 ഡാമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ചെറുതോണി ഡാമും ഈ ആർച്ച് ഡാം ഒരു പക്ഷേ ഇതിനെ വിറ്റ്സ്റ്റാൻഡ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സിനാരിയോ. പക്ഷേ ഈ ചെറുതോണി ഡാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഇടുക്കി ഡാമിലെ വെള്ളം അതിന്റെ ഒരു കപ്പാസിറ്റി, അതിന്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയിൽ എക്സീഡ് ആയി കഴിഞ്ഞാൽ ഈ വെള്ളം തുറന്നു വിടാനുള്ള ഏക ഷട്ടർ സ്ഥിതി ചെയ്യുന്നത് ചെറുതോണി ഡാമിലാണ്. ഈ ചെറുതോണി ഡാം നമുക്കറിയാം 2018-19 ആ കാലയളവിലൊക്കെ ഈ ഇടുക്കി ഡാം തുറന്നു വിട്ടപ്പോൾ വളരെ സെന്റിമീറ്റർ മാത്രമാണ് ഷട്ടറൊക്കെ ഉയർത്തിയത്. അപ്പോൾ തന്നെ ആ വെള്ളത്തിന്റെ ഒഴുക്ക് ആ പ്രദേശത്ത് സൃഷ്ടിച്ച ഒരു പ്രകമ്പനമുണ്ട്. നമുക്ക് 2018 പ്രത്യേകിച്ച് ഇപ്പോഴും നമുക്ക് മനസ്സിലൊക്കെ ഉള്ള ചിത്രമുണ്ട്. ഈ പാലത്തിൽ കൂടി നമുക്കറിയാം, ചെറുതോണി ആ പാലത്തിൽ കൂടി ഈ ഒരു രോഗിയായിട്ടുള്ള ഒരു കുട്ടീനെ വഹിച്ചുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ പോകുന്ന വളരെ വികാരനിർഭരമായിട്ടുള്ള ഒരു ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങൾ. അപ്പോൾ അത്തരത്തിൽ ഇനി ചെറുതോണി ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു സിനാരിയോ നമുക്ക് നോക്കാം. ഈ ചെറുതോണി ഡാമും ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെയാണ്. ഒരുപാട് നഗരങ്ങളുടെ കേന്ദ്രീകരിച്ച് അതിനോട് ചേർന്നാണ് ഈ പെരിയാർ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈ ചെറുതോണി അണക്കെട്ടിന് സംഭവിച്ചാൽ നേരെ വരുന്നത് ആ ചെറുതോണി ടൗണിലേക്കാണ് വെള്ളം മുഴുവനായിട്ട് എത്തുന്നത്. ഈ ചെറുതോണി ടൗൺ എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ഒരു നഗരം, ചെറിയ നഗരമായി മാറിയിരിക്കുക. അത്രമാത്രം വലിയ വികസനമാണ് ചെറുതോണിയിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. ചെറുതോണിയിൽ നിന്ന് നേരെ കരിമ്പലിലേക്ക് വരും, കരിമ്പലിൽ നിന്ന് നേരെ നേര്യമംഗലം ഭാഗത്തേക്ക് വരും. നേര്യമംഗലം ഭാഗത്തു നിന്നാണ് പിന്നീട് കോതമംഗലം, അങ്ങനെ അത് കഴിഞ്ഞ് പെരുമ്പാവൂര്, കാലടി, ആലുവ, അങ്ങനെ അത് പറവൂർക്കും കൊച്ചിയിലേക്കും തിരിഞ്ഞാണ് വെള്ളം പോകാനുള്ള. അതിനു മുമ്പ് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒഴുകി വരുന്ന ഈ പ്രളയജലം, അല്ലെങ്കിൽ ഈ ഡാമിൽ നിന്നുള്ള മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിയുമ്പോൾ വരുന്ന ഈ പ്രളയജലം സണ്ണി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കൊച്ചി മേഖലയിൽ എത്തിയിരിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് പ്രധാനമായി നാം സൂചിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അതിനിടയിൽ സ്ഥിതി ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട ഡാമുകളുണ്ട്. ഭൂതത്താൻകെട്ട് ഡാമുണ്ട്, എടമലയാർ ഡാമുകളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ തൂത്തെറിഞ്ഞായിരിക്കും ഇത് പോകുന്നത്. കാരണം ഓരോ ഡാമിലെത്തുമ്പോഴും ഈ വരുന്ന വെള്ളത്തിന്റെ തുടർന്നുള്ള ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്. കാരണം ഓരോ ഡാമിലും വെള്ളം സ്ഥിതി ചെയ്യുന്നു. ആ വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി, ഈ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ കൈനറ്റിക് എനർജി, അത് പിന്നെ ഈ ഓൾറെഡി സ്ഥിതി ചെയ്യുന്ന ഡാമിന്റെ പൊട്ടൻഷ്യൽ എനർജി വീണ്ടും കൈനറ്റിക് എനർജി ആക്കുന്നു. അപ്പോൾ ഈ കൈനറ്റിക് എനർജി ഓരോ ഡാമും തകർത്തെറിഞ്ഞു കഴിയുമ്പോൾ അത് ട്രിപ്പിൾ ആവുന്നു, അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി ആവുന്നു, 4 മടങ്ങാവുന്നു, 5 മടങ്ങാവുന്നു. ആ ഒരു രീതിയിലേക്കാണ് ഈ പറയുന്ന ഈ വെള്ളം സണ്ണി സൂചിപ്പിച്ച ആ ഒരു ദിശയിൽ കൂടി ഈ കാലടി ആ ഭാഗത്തേക്ക് നേര്യമംഗലം നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട പാലമൊക്കെ ഉണ്ട്. ആ പാലമൊന്നും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. പാലമൊക്കെ തൂത്തെറിഞ്ഞിട്ടായിരിക്കും പിന്നീട് ആ വെള്ളം കോതമംഗലം ഭാഗത്തേക്ക് എത്തുന്നു. ഒപ്പം തന്നെ പിന്നീട് അടുത്തത് പെരുമ്പാവൂർ മേഖല, കാലടിയൊക്കെ നമുക്കറിയാം ഈ 2018 പ്രളയ കാലയളവിലൊക്കെ നമുക്ക് കണ്ടതാണ്. ഈ അവിടെ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നപ്പോഴുള്ള ഭയാനകമായ സിറ്റുവേഷൻ അല്ലെ. അതെ. ഇപ്പൊ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം 2018 ആ മഹാപ്രളയകാലത്ത് ഇടുക്കി ഡാമിന്റെ ഷട്ടറുകൾ അല്പം ഉയർത്തിയപ്പോഴേക്കും അതിന്റെ ഒരു ഇമ്പാക്ട് എന്തുമാത്രമായിരുന്നു. ആലുവ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി, പറവൂർ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി, അതുപോലെ കാലടി, പെരുമ്പാവൂര് ഒക്കെ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി, കൊച്ചി മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ ആ തീരമേഖലയിലുള്ളവരൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ചെറുതോണി ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കുന്നതിനും പറയുന്നതിനും ഒക്കെ അപ്പുറമായിരിക്കും. നേരത്തെ റോബിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് രാജ്യത്തിന് തന്നെ വളരെ നിർണായകമായിട്ടുള്ളൊരു സംഗതി മുല്ലപ്പെരിയാർ ഡാം. കാരണം നമുക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളം ഈ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു ഇമ്പാക്ട് നമുക്കറിയാം. കൊച്ചിനെ സംബന്ധിച്ച് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം, ഒപ്പം സദേൺ നേവൽ കമാൻഡ്, കപ്പൽ നിർമ്മാണശാല, ഒപ്പം രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്ഥിതി ചെയ്യുന്നു, എണ്ണ ശുദ്ധീകരണശാല. അപ്പോൾ ഈ വെള്ളം ഇവിടങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളൊക്കെ തൂത്തെറിയുന്ന ഒരു അവസ്ഥയായിരിക്കും. ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പിന്നീട് ഈ തീരദേശ മേഖല ഇങ്ങനെ ഉണ്ടാവില്ല. അതാണ് കാരണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴനെ നമുക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ കടൽ നിരപ്പിൽ നിന്ന് ഒരു അടി താഴെയാണ് നിൽക്കുന്ന സ്ഥലമാണ്. നമുക്കറിയാം അന്ന് പ്രളയം ഉണ്ടായപ്പോൾ തന്നെ ഇത് എല്ലാ വർഷവും ആലപ്പുഴ മുങ്ങുന്നതാണ്. പ്രളയം ഉണ്ടായപ്പോൾ ആലപ്പുഴ എത്ര നാള്
മുങ്ങിക്കിടന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ ആ തീരദേശം, ആ ഭാഗങ്ങൾ എത്തുമ്പോൾ തീരദേശം പിന്നെ അതിനെക്കുറിച്ച് എന്തുണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനകത്ത്, കാരണം അത് അതുപോലെ പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല. അതിന്റെ രൂപവും ഭാവവും എല്ലാം മാറിപ്പോകും. പിന്നീട് ഏത് കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ തോന്നും ഭയം പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു കാലത്തും ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാവില്ല. കാരണം അതാണ് അത്രയും വലിയ ഡിസാസ്റ്റർ ആണ് പിന്നെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകളും ഇതിനെക്കുറിച്ച് പഠിക്കുന്നവരെല്ലാം ഇത്ര ഗഹനമായ രീതിയിൽ ഇതിനെക്കുറിച്ച് ഇത് എങ്ങനെയാണ് ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ഇത് പോകുന്ന ഇത്രയും ആ മധ്യ കേരളം പിന്നെ ഉണ്ടാവില്ല, പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല. തന്നെയല്ല ഇതിനകത്തൊരു കാര്യം ചെയ്യും, നമ്മൾ ഈ പെരിയാറിന്റെ കരകളിലാണ് ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ. ആലുവയിലെ എടയാർ മേഖല എന്ന് പറയുന്നത് ഈ നദി പോകുന്ന ഇപ്പോൾ ഈ പെരിയാറിന്റെ ഇരുകരകളിലാണ്. അവിടെയാണ് കേരളത്തിൽ ഒട്ടുമിക്ക വ്യവസായ സ്ഥാപനങ്ങൾ. അത് കെമിക്കൽ ഫാക്ടറികളാണ്, ഒരുപാട് കെമിക്കൽ ഫാക്ടറികളുണ്ട് ഏലൂർ മേഖലയിലൊക്കെ. അതെല്ലാം ഈ നദിയോട് ചേർന്ന. അപ്പോൾ അവിടുന്ന് വരുന്ന ആ രാസവസ്തുക്കൾ എന്തൊക്കെയാണ് എന്നും പറയാൻ പറ്റത്തില്ല. അത് ജനങ്ങളെ എത്രമാത്രം ദോഷകരമായി ബാധിക്കുന്നു അതൊക്കെ നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ ഹൈക്കോടതി പോലും ഉണ്ടാകുമോ എന്ന് അറിയാൻ പാടില്ല. കാരണം ഹൈക്കോടതി ഇതിന്റെ ഒരു സമീപത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾക്ക് അതീതമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി ചർച്ച ചെയ്യുമ്പോൾ 1-2 പോയിന്റ് കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കാം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമാണ്, ഈ എത്തുന്ന ഈ ഒരു വെള്ളമുണ്ട്, അത് ഈ അറബിക്കടലിന് ഇത്രയും TMC വെള്ളം ഒരിക്കലും താങ്ങാൻ സാധിക്കില്ല. ഒരുപക്ഷെ അത് ഈ വെള്ളത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് നാം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയൊരു സുനാമി ആയിരിക്കും കേരളത്തിന്റെ അല്ല ഭാരതത്തിന്റെ ഈ തെക്കൻ തീരമേഖലയിലേക്ക് ആഞ്ഞടിക്കുന്നത്. അത് ഒരുപക്ഷെ ബോംബെ വരെ അഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല ഈ പറയുന്ന വെള്ളം ഈ വേലിയേറ്റ സമയത്താണ് ഈ തരത്തിലുള്ള ഒരു അപകടം നടക്കുന്നതെങ്കിൽ ഈ പറയുന്ന വെള്ളത്തെ ഉൾക്കൊള്ളാൻ ഈ അറബിക്കടലിന് ശേഷി ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കത്തില്ല, ഉള്ളിലേക്ക് വലിയും. അപ്പോൾ വീണ്ടും വലിയൊരു പ്രളയ സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ആ മേഖലകളിൽ അല്ലെങ്കിൽ മധ്യ കേരളത്തിലൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഐക്യരാഷ്ട്രസഭ വരെ പറഞ്ഞു 35 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പം അമേരിക്കൻ ന്യൂയോർക്ക് ടൈംസ് വാർത്ത കൊടുത്തു, ഇത്രയും ജനങ്ങളെ ബാധിക്കുന്ന ഇതാണ്. ഇത്രയും ജനങ്ങൾ മരിച്ചു പോകും. അതുകൂടാതെ ഇതിനെ ബാധിക്കുന്ന ഒരു ഏരിയയുണ്ട്. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടി കഴിയുമ്പോൾ പക്ഷെ നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇത്ര ലാഘവത്തോടെ ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നത്. നമുക്ക് ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ തമിഴ്നാടിനെ എങ്ങനെ ബാധിക്കും? തമിഴ്നാടിനെ ബാധിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമാണ് ഈ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട 5 ജില്ലകൾ, തേനി, ദിണ്ടിഗൽ പോലുള്ള ജില്ലകൾക്ക് ജലസ്രോതസ്. അപ്പോൾ ഈ ജലസ്രോതസ് തകർന്നു കഴിഞ്ഞാൽ അവിടെ വരൾച്ചയ്ക്ക് ഒരു സാധ്യതയുണ്ട്. അടുത്ത കാലങ്ങളിൽ പറയുന്നു അവിടെ മഴയുടെ ലഭ്യതയൊക്കെ കൂടി എന്ന് പറയുന്നു. പക്ഷെ എങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ് തകർന്നു കഴിഞ്ഞാൽ അവിടെ ഈ വരൾച്ചയ്ക്ക് സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫുഡ് ഇൻസെക്യൂരിറ്റി ഈ പ്രദേശങ്ങളെയൊക്കെ ബാധിക്കും. ഇനി നമ്മുടെ ഒരു ചർച്ചയുടെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക് തോന്നാവുന്ന ഒരു സംശയമുണ്ട്, ഇത്രത്തോളം ഒരു ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഒരു ഡാം പിന്നെ എന്തിനാണ് കൺസ്ട്രക്ട് ചെയ്തത്? അങ്ങനെ ഒരു സംശയം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സാഹചര്യമൊക്കെ അതെ അത് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് പോകണമെങ്കിൽ അല്പം ഒരു ചരിത്രം, ഒപ്പം തന്നെ ആ ഒരു മേഖലയുടെ പ്രത്യേകിച്ച് ഈ കേരള തമിഴ്നാട് ആ ഡാം സ്ഥിതി ചെയ്യുന്ന ആ ഒരു മേഖല, അതിൻ്റെ പരിസര പ്രദേശങ്ങൾ, അതിൻ്റെ ചെറിയൊരു ജിയോഗ്രഫി അതിലേക്കൊന്ന് നമുക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രധാനമായിട്ട് നമുക്കറിയാം ഈ ഒരു പശ്ചിമഘട്ടമാണ് പ്രത്യേകിച്ച് ഈ കേരളത്തെയും തമിഴ്നാടിനെയും വേർതിരിക്കുന്ന പ്രധാനമായിട്ടുള്ളൊരു ജോഗ്രഫിക് ഫീച്ചർ എന്ന് പറയുന്നത് ഈ പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പം കേരളത്തിൽ മഴ കൂടുതൽ പെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഒരു മഴനിഴൽ പ്രദേശമായിട്ട് തമിഴ്നാട് ആ ഒരു മേഖല നിലനിൽക്കുന്നു. അപ്പോൾ ഈ 1800 അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ളൊരു വരൾച്ച പ്രത്യേകിച്ച് ഈ തമിഴ്നാടിൻ്റെ ഈ പറയുന്ന ജില്ലകൾ, അതായത് ഇപ്പോൾ മുല്ലപ്പെരിയാറിലൂടെ ഇറിഗേഷൻ പോസിബിൾ ആയിട്ടുള്ള ജില്ലകൾ നമുക്കറിയാം, കമ്പം, തേനി, രാമനാഥപുരം പോലുള്ള ജില്ലകൾ. അപ്പോൾ അവിടെയൊക്കെ ഈ കടുത്ത വരൾച്ച ഉണ്ടായിരുന്നു. അപ്പം പ്രധാനമായിട്ട് നമുക്കിനി ഒരു 2 നദികളെ ഫോക്കസ് ചെയ്യാം. അതായത് ഈ വെസ്റ്റേൺ ഘട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന 2 നദി, ഒന്ന് പെരിയാറ്, 2 ഈ വൈഗ നദി എന്ന് പറയുന്ന 2 നദികൾ. അപ്പോൾ ഈ 2 നദികളുടെയും പ്രത്യേകത നമ്മൾ തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. ഈ വെസ്റ്റേൺ ഘട്ട് അതായത് ഈ ശിവഗിരി മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പെരിയാറ് അത് അവിടെ നിന്നും ഉത്ഭവിച്ച് പിന്നീട് അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു. അതേസമയം വൈഗ ആയിക്കോട്ടെ അത് അവിടെ നിന്ന് ഉത്ഭവിച്ച് ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കുന്നു. അപ്പോൾ ഈ വൈഗ നദിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ഒരു വരൾച്ച അഭിമുഖീകരിക്കുന്ന ഒരു പുഴയാണ് അല്ലെങ്കിൽ നദിയാണ്. പ്രത്യേകിച്ച് ഈ വരൾച്ച കാലഘട്ടത്തിലൊക്കെ ഈ മധുരയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ നദി വറ്റിവരണ്ട് പോയിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതേസമയം ഇങ്ങ് പെരിയാറിന്റെ ഒരു കേസ് എടുക്കുമ്പോൾ വളരെയധികം ജലസമൃദ്ധമായിരുന്നു. ഇപ്പോൾ നമ്മുടെ പെരിയാറൊക്കെ കാണുന്നതിനേക്കാളും അതിന്റെ 10 മടങ്ങ് ഒരു ജലസമൃദ്ധി ആ കാലഘട്ടത്തിൽ വളരെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഈ പെരിയാറിന്റെ കാലഘട്ടം. ഇപ്പം സമ്പൽ സമൃദ്ധിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ തിരുവിതാംകൂറിന്റെ
കറൻസി റേറ്റ് തന്നെ പലപ്പോഴും അതിനെ അടിസ്ഥാനമാക്കി എടുക്കാറുണ്ട്. 130ഓളം US$ നമ്മുടെ ഒരു കറൻസി വില ഉണ്ടായിരുന്ന ഒരു കാലത്ത് എന്ന് വെച്ചാൽ അത് അത്ര സമ്പൽ സമൃദ്ധമായിട്ടൊരു കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് തോന്നുന്നു ഈ മദ്രാസ് പ്രസിഡൻസിയുടെ അന്നത്തെ വളരെ വലിയ ശോചനീയ അവസ്ഥയെ തുടർന്നാണ് കാലഘട്ടങ്ങളായിട്ട് അവര് അതിന്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ജലസേചന പദ്ധതിയെ കുറിച്ച് ആലോചിക്കുന്ന വശമുണ്ട്. തീർച്ചയായും ക്ഷാമകാലത്ത് ഒരു 10 ലക്ഷം പേരുടെ മരണത്തിന് ഇടയൊക്കെയായിരുന്നു. അതെ, കറക്റ്റ് ആണ്. ഇനി ഈ ഡാം പണിയാനിടയായിട്ടുള്ള ഒരു സാഹചര്യം, അത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിനെപ്പറ്റിയുള്ള ചില ആലോചനകളൊക്കെ വന്നിരുന്നു. ഈ 1789 ആ കാലഘട്ടത്തിൽ ഒരു റൂളറായിരുന്നു, നാട്ടുരാജാവായിരുന്നു. അതായത് ഈ സേതുപതി എന്ന് പറഞ്ഞ നാട്ടുരാജാവിന്റെ ഒരു മന്ത്രി മുതുലിപ്പ പിള്ളை എന്ന് പറയുന്ന ആളുടെ ഭാഗത്തു നിന്നായിരുന്നു അത്തരത്തിലൊരു സജഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ രാജാവിനെ പരാജയപ്പെടുന്നു. പിന്നെ അധികം പോയില്ല. പിന്നീട് 1808, 1850, 1864 കാലഘട്ടത്തിലൊക്കെ വിവിധങ്ങളായിട്ടുള്ള ബ്രിട്ടനിൽ നിന്നുള്ള എഞ്ചിനീയർമാർ, പ്രത്യേകിച്ച് JL കാഡ്വില്ലി, ഒപ്പം തന്നെ ക്യാപ്റ്റൻ JG റൈസ് എന്നൊക്കെ പറയുന്ന അവരൊക്കെ പ്രപ്പോസൽസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഡാമിനൊരു പോസിബിലിറ്റി ഉണ്ട് അവിടെ. പതിറ്റാണ്ടുകളായിട്ട് ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു ഒരു സംഭവം ഇതിന്റെ പിന്നിലുണ്ട്, ഒരു ചരിത്രം. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഈ മുല്ലപ്പെരിയാർ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല, ഇത് പതിറ്റാണ്ടുകളായിട്ടുള്ള ആലോചനകളുടെ ഭാഗമാണ്. പക്ഷെ അവരെല്ലാം തടസ്സപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഈ ഡാം എങ്ങനെയെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം, പക്ഷെ ഈ ഡാമിൽ നിന്ന് എങ്ങനെ വെള്ളം തമിഴ്നാട്ടിലേക്ക് എത്തിക്കാം. കാരണം അവിടെ പശ്ചിമഘട്ടം ഒരു പ്രതിബന്ധമായിട്ട് നിൽക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ ഒരു ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് വലിയൊരു ടണലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഈ വെള്ളത്തെ ഈ തമിഴ്നാട്ടിലേക്ക്, ഈ പ്രത്യേകിച്ച് ഈ വൈഗ നദിയിലേക്കൊക്കെ എത്തിക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ ഫീസിബിലിറ്റി കാരണം പലപ്പോഴും പല ഘട്ടത്തിലും ഈ പറയുന്ന എഞ്ചിനീയേഴ്സൊക്കെ അത് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം. പിന്നീടാണ് ഈ ജോൺ പെനിക്വിക് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ രംഗപ്രവേശനം ചെയ്യുന്നത്. പെനിക്വിക്കിന്റെ ആണ് അവസാനം ഇവർ പല മോഡലുകൾ നോക്കിയിട്ട് എഞ്ചിനീയർ മോഡലുകൾ നോക്കിയിട്ട് പെനിക്വിക്കിന്റെ ആണ് അവസാനം കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത്. അത് 1882 വർഷത്തിൽ ആ ഒരു പ്രപ്പോസൽ അംഗീകരിക്കുന്നു. പിന്നീട് 1884 ഈ ഒരു കൺസ്ട്രക്ഷൻ ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. 1884 ഈ ഒരു കൺസ്ട്രക്ഷൻ വേണ്ടിയുള്ള ഒരു അപ്രൂവൽ പിന്നീട് ബ്രിട്ടീഷ് സർക്കാർ കൊടുക്കുന്നുണ്ട്. യെസ്. ഇനി ഈ ഒരു കൺസ്ട്രക്ഷൻ ആരംഭിക്കണമെങ്കിൽ അവിടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഡാം സ്ഥിതി ചെയ്യുന്ന ഒരു മേഖല, ഒപ്പം തന്നെ അതിൻ്റെ ഒരു ക്യാച്ച്മെന്റ് ഏരിയ, അത് ഈ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിലാണ്. അപ്പോൾ ഈ ഡാം പണിയണമെങ്കിൽ, തുടർന്ന് അതിന്റെ ടണലും കാര്യങ്ങളും പണിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുമതി വേണ്ടിവരും. മറു സൈഡിൽ ഈ ഡാമിന്റെ പ്രയോജനം ലഭിക്കുന്നത് മദ്രാസ് പ്രസിഡൻസിയാണ്, അത് ബ്രിട്ടന്റെ കയ്യിലാണ്. അപ്പോൾ അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ വെച്ച് നോക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാറിലേക്ക് ഏർപ്പെടേണ്ട ഒരു സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം കേരളത്തെ വളരെയധികം ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 999 വർഷത്തേക്കുള്ള ആ ഒരു പാട്ടക്കരാർ അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ്, മൂലംതിരുനാൾ മഹാരാജാവ്, അദ്ദേഹം സൈൻ ഇടുന്ന ഒരു കാര്യം. പക്ഷെ അതിലേക്ക് നയിച്ച ചില ഘടകങ്ങളുണ്ട്. ഈ ബ്രിട്ടൻ അദ്ദേഹത്തെ ഫോഴ്സ്ഫുള്ളി വളരെയധികം ചെലുത്തി എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ചരിത്രത്തില് രാജാവിന് താല്പര്യമില്ലായിരുന്നു എന്ന് പറയുന്നു. അതെ അതെ. അല്ല, അതിന്റെ ചരിത്രം പറയുമ്പോൾ അവർ പറയുന്നുണ്ട്. കാരണം ടിപ്പു സുൽത്താൻ പടയോട്ട കാലത്ത് തിരുവിതാംകൂറിനെ പല പ്രാവശ്യം രക്ഷിച്ചത് ഈ മദ്രാസ് പ്രസിഡൻസിന്റെ പട്ടാളക്കാരാണ്. അപ്പൊ അവരങ്ങനെ ആ രീതിയിലുള്ള ഒരു സമ്മർദ്ദം, അതിനുള്ള പ്രതിഫലം. അതെ അതെ അതെ, ആ രീതിയിലായിരുന്നു. അത്തരത്തിലുള്ള ഒരു കടപ്പാട്, പഴയൊരു കടപ്പാട് ബ്രിട്ടീഷുകാരെ മഹാരാജാവിനെ ഓർമ്മിപ്പിച്ചു. പക്ഷെ മഹാരാജാവ് പലതവണ ചോദിക്കുന്നുണ്ട്, ഇതുകൊണ്ട് ട്രാവൻകൂറിന് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഇതിന്റെ വെള്ളം അല്ലെങ്കിൽ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ തമിഴ്നാട്ടിൽ ലഭിക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു പ്രയോജനം ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? അതിന് ആനുപാതികമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ, അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു റെന്റ്, അത്തരത്തിലൊക്കെ വേണമെന്ന് മഹാരാജാവ് പലതവണ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത്തരത്തിലേക്കൊന്നും എത്തുന്നില്ല. പുള്ളി പലപ്പോഴും, പക്ഷെ മഹാരാജാവിനോട് ഇവർ തിരിച്ചു പറയുന്നത് അതവിടെ നിന്നിട്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ല, ഇപ്പൊ ഒരു പ്രയോജനമില്ല. പക്ഷെ അപ്പൊ മഹാരാജ് തിരിച്ചു പറയുന്നത് നിങ്ങൾ ഇതിന് പ്രയോജനം ഉണ്ടാക്കാനാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്നുള്ള വരുമാനത്തിന്റെ ഭാഗം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നുണ്ട്, റോബിൻ പറഞ്ഞതുപോലെ ഇത് ചുമ്മാ ആൾതാമസമൊന്നും ഇല്ലാത്തൊരു വനനിബിഡമായിട്ടുള്ള പ്രദേശം, ഇതുകൊണ്ട് എന്താണ് അവിടെ യാതൊരു പ്രയോജനമില്ല, അപ്പൊ പിന്നെ അത് പാട്ടത്തിന് തന്നുകൂടെ എന്നാണ് ബ്രിട്ടീഷുകാർ ചോദിക്കുന്നത്. അപ്പൊ മഹാരാജ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇത് ഡാം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ പ്രദേശം കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് മഹാരാജാവ് പറയുന്നുണ്ട്. പക്ഷേ ഈ 999 വർഷത്തേക്ക് പാട്ടക്കരാർ വന്നു, അത് എങ്ങനെ വന്നു? അതാണ് അത് സംശയമാണ് സണ്ണി. കാരണം ഈ ആ കാലഘട്ടത്തിൽ സാധാരണയൊക്കെ നമ്മുടെയൊക്കെ ഒരു രീതി അനുസരിച്ച് 30 വർഷം, 99 വർഷം, അതാണ് ഏറ്റവും കൂടിയ ഒരു കാലാവധി എന്ന് പറയുന്നത്. പക്ഷെ ഇതൊരു 900, അത് വിചിത്രമാണ്. പക്ഷേ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയുള്ള ഒരു കാര്യം, ഈ ഏരിയ ഓൾറെഡി ഒരു ഡ്രൈ അഫക്റ്റഡ് ഏരിയയാണ്. ഇത് അവർ തുടർച്ചയായിട്ടുള്ള കാലഘട്ടങ്ങളോടെ തുടർച്ചയായിട്ട്
ഈ പ്രദേശത്തേക്കുള്ള ഒരു സോഴ്സ് ആയിട്ട് ഇതിനെ കണ്ടത്. ഇപ്പൊ അവരുടെ കരാറിന്റെ വ്യവസ്ഥ തന്നെ 8,000 ഏക്കർ സ്ഥലം ഇതിന് ചുറ്റുമുള്ളത് അതെ വേണം. 8,000 പിന്നെ അവര് വേറെ കുറച്ച് കരാറുകൾ വെച്ചത് അതിനുള്ള മരങ്ങൾ മുഴുവൻ മരങ്ങൾ മുറിക്കണം. അതാണ് രത്നങ്ങള് ധാതുക്കള് ചേർന്ന് അതൊക്കെ പിന്നെ ഇതിന്റെ ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കാലങ്ങളോളം ഇതിനെ പ്രോസ്പർ ചെയ്യാനുള്ള ഈ ഏരിയയെ പ്രോസ്പർ ചെയ്യാനുള്ള ഒരു സോഴ്സ് ആയിട്ട് ഈ ജലസ്രോതസ് കാരണം വേറെ ഇപ്പൊ അവർക്ക് വേറെ ഒരു സോഴ്സും കണ്ടെത്താനില്ലല്ലോ, ഒരു വാട്ടർ സോഴ്സ് വേറെ എവിടുന്ന് കണ്ടെത്താനില്ല. പക്ഷേ ഈ റോബിൻ പറഞ്ഞ ഒരു പോയിന്റിൽ വെച്ച് നോക്കുമ്പോൾ ഈ ബ്രിട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു കബളിപ്പിക്കൽ ആ ഒരു കരാറിൽ വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ഈ അവര് ഡിമാൻഡ് ചെയ്തിരിക്കുന്ന 8,000 ഏക്കർ, അതായത് ഈ കാച്ച്മെന്റ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട 8,000 ഏക്കർ, ഒപ്പം തന്നെ ഒരു 100 ഏക്കർ റിസർവയറിന് വേണ്ടിയിട്ട്. അപ്പം ഇത്രയും ഏക്കർ കണക്കിന് ഭൂമിയാണ് അതിന്റെ ഈ അവകാശം അതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടന് എഴുതി കൊടുക്കുന്നത്. അതിന് ഒരു പെർ ഏക്കർ അന്നത്തെ കാലത്തെ ഒരു 5 രൂപയാണ് ആ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 7ഓളം ക്ലോസ് ഉണ്ടായിരുന്നു പറയുന്നു. പക്ഷെ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ പ്രദേശത്തെ വനങ്ങൾ എന്ന് പറയുന്നത് കന്യാവനങ്ങളാണ്. അപ്പോൾ അവിടുത്തെ വളരെ വിലപിടിപ്പുള്ള തടികളുണ്ട്, ഈട്ടി, തേക്ക് പോലത്തുള്ള വളരെ വിലപിടിപ്പുള്ള തടികളുണ്ട്. അപ്പോൾ ഈ കരാറിലൂടെ ഈ വനത്തിന്റെ ഒരു അവകാശം ഈ ബ്രിട്ടന് ലഭിക്കുന്നു. ആ കാലഘട്ടത്തിൽ ആ വനത്തിൽ നിന്ന് വളരെയധികം തടികൾ വെട്ടിയെടുത്ത് ഈ ലണ്ടനിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ കടത്തിയതായിട്ട് പറയുന്നുണ്ട്. വളരെ മൂല്യമുള്ള ഒരുപാട് വർഷങ്ങളായിട്ട് വളരെ വളരെ വലിയ വൃക്ഷസമ്പത്ത് മൊത്തം അവർ വെട്ടി അവർ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം. പിന്നെ അവിടുന്ന് അവിടെ മുഴുവൻ കിളച്ചു മറിച്ച് അവർ രത്നങ്ങൾ അങ്ങനെയുള്ള അത് കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരിക്കലും രാജാവ് ഒരു തിരുവിതാംകൂറിന് ദോഷം വരുന്ന ഒരു കരാറിൽ ഏർപ്പെടും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അത്രമാത്രം ഈ തിരുവിതാംകൂറിനോട് സ്നേഹം പ്രകടിപ്പിച്ച കൂറുണ്ടായിരുന്ന ഒരു ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം. അപ്പൊ സ്വാഭാവികമായി ഏതെങ്കിലും തരത്തിലുള്ള കബളിപ്പിക്കൽ നടന്നിട്ടുണ്ടാകാം എന്നതാണ് ഒരു വസ്തുത. കാരണം അദ്ദേഹം ആ കരാറ് ഒപ്പിടുന്ന സമയത്ത് പറഞ്ഞൊരു പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള ഒരു വാക്കുകളുണ്ട്. എൻ്റെ ഹൃദയ രക്തം കൊണ്ടാണ് ഞാൻ ഈ കരാർ ഒപ്പിടുന്നത്. അന്നത്തെ നാട്ടുരാജ്യങ്ങളും ഒപ്പം തന്നെ ബ്രിട്ടനും തമ്മിൽ ഏർപ്പെടുന്ന കരാറുകൾ എന്ന് പറയുന്നത് ഒരു മാക്സിമം 99 ഇയേഴ്സ് ആയിരുന്നു. പക്ഷേ ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യത്ത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ചിലപ്പോൾ റോബിൻ പറഞ്ഞൊരു പോയിന്റ് അതിലേക്ക് നയിച്ചിട്ടുണ്ടാകാം. വാട്ടർ സോഴ്സ് എന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചത്. ഈ ഏരിയയിൽ ഏകദേശം 5 ജില്ലകളോളം വരുന്ന ഈ ഏരിയയിൽ വേറെ ഒരു സോഴ്സ് ഇല്ല, വേറെ ഒരു സോഴ്സിനുള്ള സ്കോപ്പ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ഈ ഒരു വാട്ടർ സോഴ്സ് അതിനെ ഇത് പ്രോസ്പർ ചെയ്യട്ടെ എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ഒപ്പം തന്നെ ഈ 1867 ഫാമിൻ അത് വളരെയധികം ഘടകമായിട്ടുണ്ട്. ഈ ഡാമിന്റെ കൺസ്ട്രക്ഷൻ കുറെ കൂടി ഒന്ന് വിപുലീകരിക്കാൻ അല്ലെങ്കിൽ അതിനൊന്ന് സ്പീഡപ്പ് ആക്കാൻ ആ ഒരു ഇത് ഫാമിൻ കാരണമായിട്ടുണ്ട്. 1887 സെപ്റ്റംബർ മാസത്തിൽ ജോൺ പെനിക്യൂക്ക് ഇത്തരത്തിലുള്ള ഡാമിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നു. ഒപ്പം പല പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ആ ഘട്ടത്തിൽ നേരിടുന്നുണ്ട്. മലമ്പനി പോലത്തുള്ള പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ആദ്യഘട്ടത്തിലെ ഡാം കൺസ്ട്രക്ഷൻ, പിന്നീട് വന്ന ഒരു മലവെള്ളപ്പാച്ചിലൊക്കെ ഒലിച്ചു പോകുന്നുണ്ട്. പലതവണ ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ അത് പരാജയപ്പെട്ടു പോകുന്നു. പിന്നെ അദ്ദേഹം ഇതുമായിട്ട് ഒരു ചരിത്രത്തിലൊക്കെ പറയുന്നത് അവസാനം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇതുമായിട്ട് മുമ്പോട്ട് പോകണ്ട എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് അത് കൃത്യമായിട്ടുള്ള അതൊരു രേഖയല്ല, അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ലെജൻഡുകൾ. അപ്പോൾ എന്തായാലും 1887 നിർമ്മാണം തുടങ്ങി, 95 നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ജോൺ പെനിക്യൂക്ക് അതിനൊരു 50 വർഷത്തെ മാക്സിമം ഒരു 50 വർഷത്തെ ഒരു ആയുസാണ് അതിന് പ്രവചിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഏകദേശം 126 വർഷത്തോളം അത് പിന്നിടുന്നു. പിന്നീട് പെട്ടെന്ന് നമ്മൾ ഇതിന്റെ ചരിത്രം പറഞ്ഞു പോവുകയാണെങ്കിൽ പിന്നീട് ഈ 1932 കാലഘട്ടത്തിലൊക്കെ ആദ്യഘട്ടത്തിൽ ഇത് തമിഴ്നാട്ടിലേക്കുള്ള ഒരു ഇറിഗേഷൻ പർപ്പസ് മാത്രമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇതിനകത്ത് കണ്ടിരുന്നത്. ഇലക്ട്രിസിറ്റി ഉൽപാദനം ഇതിന്റെ കരാറിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 1932 ഈ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രോജക്റ്റുകളൊക്കെ കൂടുതൽ ശക്തി പ്രാപിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് ഒരു ഇലക്ട്രിസിറ്റി ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യം തമിഴ്നാടിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. പക്ഷേ കേരളത്തിന്റെ ഭാഗത്തുനിന്ന് ഈ സർ CP അദ്ദേഹം ഇതിനെ നഖശികാന്തം എതിർക്കുന്നു. പിന്നീട് നമുക്കറിയാം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ചരിത്രത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലെ തിരുവിതാംകൂർ മഹാരാജാവ് ഒരു വിളംബരം വഴി ഈ കരാറ് ഇൻവാലിഡ് ആണെന്ന് പ്രഖ്യാപിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലാണ്ടായി. ബ്രിട്ടീഷ് പ്രസിഡൻസി, ബ്രിട്ടന്റെ കീഴിലുള്ള ഒരു ഭരണ സംവിധാനം ഇല്ലാതെ പിന്നെ നമുക്കറിയാം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടാക്കിയ കരാറുകൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇൻവാലിഡ് ആയിട്ട് സ്വാഭാവികമായിട്ടും വരേണ്ടത് ഇൻവാലിഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇൻവാലിഡ് ആണ്.
അപ്പോൾ അതിന്റെ തൽഫലമായിട്ട് നമുക്കറിയാം പിന്നീട് 1956 ഈ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. അതിനു മുമ്പ് ഈ ഇറിഗേഷൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ തമിഴ്നാട് 1955 ആ കാലഘട്ടത്തിലൊക്കെ ആരംഭിക്കുന്നുണ്ട്. അപ്പം ഇനി കേരളം ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിലായി. അപ്പൊ അതിനുശേഷം പിന്നെ തമിഴ്നാട് ശ്രമിച്ചത് ഈ പിന്നീട് വന്ന കേരള മുഖ്യമന്ത്രിമാരുമായിട്ട് ചർച്ച നടത്താൻ ശ്രമിക്കുന്നുണ്ട്. 59 EMSുമായിട്ടും ഒപ്പം തന്നെ ഈ 60 പട്ടം താണപ്പള്ളിയുമായിട്ടൊക്കെ ചർച്ച നടത്താൻ ശ്രമിക്കുന്നുണ്ട് ഈ കരാർ ഒന്ന് പുതുക്കാൻ വേണ്ടി. പിന്നെ വളരെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ പിന്നീട് നടക്കുന്നുണ്ട് അല്ലെ. ഈ 1961 വലിയൊരു പ്രളയം വരുന്നുണ്ട്. ആ പ്രളയത്തെ മുല്ലപ്പെരിയാർ അതിജീവിച്ചു എന്ന് പറയുന്നു. പിന്നീട് 62 ആ കാലഘട്ടത്തിൽ ഈ തമിഴ്നാടും കേരളം തമ്മിൽ ജോയിന്റ് ഇൻസ്പെക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ജോയിന്റ് ഇൻസ്പെക്ഷന്റെ അടിസ്ഥാനത്തിൽ 152 അടിയിൽ കൂടുതൽ പിന്നീട് വെള്ളം അതിൻ്റെ അകത്ത് നിലനിർത്തരുത് എന്ന് പറയുന്നു. 156 അടിയിലേക്കൊക്കെ നേരത്തെ പോയിരുന്നു. പിന്നീടാണ് 1970 അല്ലെ അച്യുതമേനോൻ. അത് വളരെ ഒരു കാലത്താണ് കരാർ പുതുക്കുന്നത് വരുന്നത്. അതിനകത്ത് CPIയുടെ ഒരു ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് രാഷ്ട്രീയമായി എന്തൊക്കെയോ നേട്ടങ്ങളൊക്കെ ഉണ്ടായി. അതിനകത്ത് മന്ത്രിമാർക്ക് വ്യക്തിപരമായ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയപ്പെടുന്നു. നമുക്കൊന്നിനും തെളിവുകളില്ല. പക്ഷേ തമിഴ്നാട് അവരെ എന്തൊക്കെയോ കാര്യമായി സഹായിച്ചു. തമിഴ്നാട്ടിൽ അവർക്ക് സ്ഥലങ്ങൾ അവരുടെ ബന്ധുക്കൾക്കും മന്ത്രിമാരുടെ ആരെയൊക്കെ ബന്ധുക്കൾക്കൊക്കെ സ്ഥലം കൊടുത്തു എന്നൊക്കെയാണ് ആരോപണങ്ങൾ വരുന്നത്. നമുക്ക് വസ്തുതകൾ നമുക്ക് അറിയത്തില്ല. പക്ഷെ ആ കരാർ ജസ്റ്റ് ഒന്ന് പറയേണ്ടതല്ല. ആ കരാറിനകത്ത് ചില വിചിത്രമായിട്ടുള്ള ചില സംഗതി അവിടെ നടന്നിട്ടുണ്ട്. ഒന്ന്, ഈ കരാറ് ഈ വീണ്ടും പുതുക്കി. പക്ഷെ അതിന്റെ വരും വരായികൾ ആ കാലഘട്ടത്തിലെ ഭരണകർത്താക്കൾ അത് ശ്രദ്ധിച്ചില്ല. ഈ 999 വർഷത്തേക്ക് വീണ്ടും അത് പുതുക്കുകയാണ് ചെയ്തത്. അതിന്റെ ആപ്പാടെ അവർ എടുത്തു മാറ്റിയത് ഈ 999 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു 999 വർഷത്തേക്ക് കൂടി കരാർ പുതുക്കണം എന്നുള്ളൊരു ക്ലോസ് മാത്രം അത് കട്ട് ചെയ്തു. പിന്നെ രണ്ടാമത്തെ കേസ് ഈ ഇലക്ട്രിസിറ്റി ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അനുമതി തമിഴ്നാടിന് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം ഈ പാട്ടം, അതായത് നേരത്തെ 5 രൂപയായിരുന്നു പെർ ഏക്കർ എന്നത് 30 രൂപയാക്കി ഒരു ഏക്കറിന്. ഒപ്പം തന്നെ ഈ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഓരോ കിലോ വാട്ടിനും 12 രൂപയാക്കി. അപ്പോൾ ടോട്ടൽ തമിഴ്നാട് കേരളത്തിന് നൽകേണ്ടത് ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഏകദേശം 10 ലക്ഷത്തോളം രൂപയാണ് നൽകേണ്ടത്. നമ്മുടെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചു 10 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പിന്നീട് ഈ വലിയ കോടിക്കണക്കിന് രൂപയുടെ ലാഭമൊക്കെ ഉണ്ടാകുന്നത്. നമുക്കിനി ഈ ചർച്ച ചെയ്യേണ്ടത് ഈ മുല്ലപ്പെരിയാർ എങ്ങനെ ഈ ജനശ്രദ്ധയിലേക്ക് കൂടുതലൊരു ആശങ്കയിലേക്ക് വരാൻ ഇടയായി എന്നതിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. നമുക്ക് ഈ കാലഘട്ടത്തിലെ ആ ഒരു കേരളവും തമിഴ്നാടും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് അതൊന്ന് ചർച്ച ചെയ്യണമെങ്കിൽ ഈ 1980 മുതൽ നടന്ന ചില 2 പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്തരത്തിൽ ഈ മുല്ലപ്പെരിയാർ ഡാം വളരെയധികം ഒരു ജനശ്രദ്ധയിലേക്ക് വന്നു. ജനങ്ങളുടെ ആശങ്ക ശക്തമാകുന്നു. കാരണം അവിടെ ഉണ്ടാകുന്ന പ്രളയം, ഒപ്പം തന്നെ ഈ പല ഡാമുകളുടെയും തകർച്ച, ഈ ഡാമിന് തന്നെ ചെറിയ വിള്ളലുകൾ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ CWC ഇടപെടുന്നു. CWC കൃത്യമായിട്ട് പറയുന്നു അത് 136 അടിയിലേക്ക് നിജപ്പെടുത്തണം. അതൊരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. അതായത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആയിരുന്നു ഈ 136 അടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അതിനുശേഷം ഡാം ബലപ്പെടുത്തണം. ഡാം ബലപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് അതിനകത്ത് നമ്മുടെ കേരള സർക്കാരും തമിഴ്നാടും ഒക്കെ യോജിക്കുന്ന ഒരു സാധ്യത ഉണ്ടായി. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും അനുകൂല നിലപാട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പിന്നീട് എപ്പോഴോ തമിഴ്നാടിന്റെ സമ്മർദ്ദം മുഖേനയാണെന്ന് തോന്നുന്നു. അതൊന്നും ആ പരിശോധനകളൊന്നും കാര്യമായി നടന്നിട്ടില്ല. ഈ ഡാമിന്റെ ഉള്ളില് അല്ലെങ്കിൽ ജലം ജലനിരപ്പിന്റെ താഴ്ഭാഗത്ത് അടിഭാഗത്ത് ഡാമിന്റെ സുരക്ഷിതത്വം എത്രമാത്രമുണ്ട്, അതിനെത്രമാത്രം തകർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നതിനെയൊക്കെ കുറിച്ചൊക്കെ ഒരു വിശദമായ ഒരു പഠനം ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് ഒരു വസ്തുത എന്ന് തോന്നുന്നു. തമിഴ്നാട് സുപ്രീം കോടതിയിലേക്ക് ഇതിന്റെ എല്ലാം ഇവർ നടത്തിയ മോഡിഫിക്കേഷന്റെ എല്ലാം പഠന റിപ്പോർട്ടുകളെല്ലാം ആയിട്ടാണ് സുപ്രീം കോടതി ചെല്ലുന്നത്. അപ്പം ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇതിന്റെ പുറത്തു കൂടെ കോൺക്രീറ്റിംഗ് നടത്തി വെച്ചാൽ ഫൗണ്ടേഷൻ എല്ലാം ഇട്ട് പുതിയൊരു ഡാം പണിയുന്നത് പോലെ തന്നെ ഇതിന് സപ്പോർട്ടീവായിട്ട് കോൺക്രീറ്റിംഗ് നടത്തി. പിന്നെ ഇത് ഗുരുത്വാകർഷണ ബലമായിട്ട് ആ രീതിയിലുള്ള ഗ്രാവിറ്റി ഡാം അപ്പൊ ഇവര് ഇതിന്റെ മേളിൽ കോൺക്രീറ്റിംഗ് നടത്തി. അപ്പൊ അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരത്തേനും ഇത് ബലം കൂടുതൽ ഉറപ്പ്. അതുകൂടാതെ തന്നെ ഈ സ്റ്റീലിന്റെ റോഡ് വടം വെച്ചിട്ട് അവര് ഇത് ഡ്രില്ല് ചെയ്ത് ഡാമിന്റെ മുകൾ വശം ഡ്രില്ല് ചെയ്ത് ഈ റോഡുകൾ താഴേക്ക് ഇറക്കി വെച്ചിട്ട് അടിയിൽ പാറയിലേക്ക് ഉറപ്പിച്ചിട്ട് അതിനെ കോൺക്രീറ്റ് ഇട്ട് ആ വടം വെച്ച് അതിനെ സ്ട്രെങ്തൻ ചെയ്തു. ഏകദേശം 100-നടുത്തുള്ള അത്തരത്തിലുള്ള ഹോൾസ് ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അത്ര ഉണ്ടാക്കി അവരതിനെ സ്ട്രെങ്തൻ ചെയ്തു. ഇതിന്റെ എല്ലാ പേപ്പേഴ്സും എല്ലാം ആയിട്ട് ഇവർ ചെന്നേച്ചിട്ടാണ് പറയുന്നത് ഈ ഡാമിന് ഇനിയും ഇതൊരു പുതിയ ഡാം റീകൺസ്ട്രക്ട് ചെയ്ത് അതേ ഉറപ്പിലാണ് ഇത് നിൽക്കുന്നത് എന്ന് അവർ പ്രൂവ് ചെയ്ത് അവിടെ. തമിഴ്നാട് മാത്രമല്ല ഈ അന്നത്തെ CWC കമ്മീഷനിലുള്ള ഈ KC തോമസ്, അദ്ദേഹം മലയാളി ആണ്. അദ്ദേഹത്തിന്റെ ഭാഷയും ഇത് തന്നെയാണ്. ഇത്തരത്തിലാണ് കൺസ്ട്രക്ഷൻ നടത്തിയെന്നാണ് പറയുന്നത്. ഇവിടെ ഈ നവീകരണ പ്രവർത്തനങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ തമിഴ്നാട് മലയാളികളും പണിക്കാരും ജോലിക്കാരുണ്ട്,
തമിഴ്നാടുകാരും അവരും ജോലിക്കാരുണ്ട്. ഈ കോലഞ്ചേരിക്ക് സമീപമുള്ള അവിടെയുള്ള ഒരു കരാറുകാരനാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. ഡാമിന്റെ ഉള്ളിന്റെ ഉൾഭാഗത്തൊക്കെ ഒരു ആന കയറി നിന്നാൽ പോലും അടയാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ദ്വാരങ്ങളാണെന്നൊക്കെയാണ് അന്ന് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. അത് തന്നെയുമല്ല, ഈ പകല് നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം ഇവർ തിരിച്ചു പോരും. പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അതിനേക്കാളുമൊക്കെ 2-3 ഇരട്ടി പണി പൂർത്തിയാക്കിയിട്ടുണ്ടാവും തമിഴ്നാട്. അപ്പോൾ അതെല്ലാം ഈ ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിൽ പുറമേ നോക്കുമ്പോൾ സിമെന്റൊക്കെ ഉപയോഗിച്ച് ഒരു നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നതാണ് നാട്ടുകാരുടെ ഒരു ഭാഷ്യം. അതായത് ഒരു പുതിയ ഡാം എങ്ങനെയാണോ അതിനേക്കാളൊക്കെ ഇരട്ടി ഒരു സ്ട്രെങ്ത്തിലാണ് ഈ ഒരു ബലപ്പെടുത്തൽ പ്രവൃത്തി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മുമ്പ് ഈ CWC പറഞ്ഞ ഈ 152 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തണം എന്നൊരു വാദഗതി തമിഴ്നാട് ശക്തമായിട്ട് ഉന്നയിക്കുന്നു. അവിടെ മുതലാണ് ഈ പറഞ്ഞതുപോലെ നിരന്തരമായിട്ടുള്ള കോടതി നിയമ പോരാട്ടങ്ങളൊക്കെ അവിടെ മുതലാണ് ആരംഭിക്കുന്നത്. അത് പിന്നീട് കേരള ഹൈക്കോടതിയിലും ഒപ്പം തന്നെ മദ്രാസ് ഹൈക്കോടതിയിലും കേസുകൾ പോകുന്നു. അപ്പം ഒരേ കേസ് തന്നെ 2 ഹൈക്കോടതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഭരണഘടനാ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ 2001 കാലഘട്ടത്തിൽ സുപ്രീം കോടതിയിലേക്ക് കേസ് പോകുന്നു. സുപ്രീം കോടതി ഒരു എക്സ്പെർട്ട് കമ്മിറ്റീനെയൊക്കെ വെക്കുന്നുണ്ട്, 3 അംഗ എക്സ്പെർട്ട് കമ്മിറ്റീനെയൊക്കെ വെക്കുന്നുണ്ട്. ഒരു മലയാളിയുണ്ട്, ഒപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഒരു പ്രതിനിധിയുണ്ട്, തമിഴ്നാട്ടിലുള്ള പ്രതിനിധിയുണ്ട്. അപ്പോൾ അവരെ ഉത്തരവാദിത്തം ഇതായിരുന്നു, ഈ തമിഴ്നാട് നടത്തിയിരിക്കുന്ന ഈ ബലപ്പെടുത്തൽ പ്രവർത്തികൾ അത് ശാശ്വതമാണോ അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നതിൽ കാര്യമുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ കോൺക്രീറ്റിങ് മേളിൽ കോൺക്രീറ്റിങ് നടത്തി ഇതിന് ഉറപ്പ് കൊടുക്കാൻ വേണ്ടി കോൺക്രീറ്റിങ് നടത്തി ഈ ഡാം പൊട്ടി എന്നും പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഡാം ഇരുന്നു പോയിട്ട് പൊട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ വിള്ളലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ള വിള്ളലുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണെന്നുള്ള അങ്ങനെയും പറയുന്നുണ്ട്. പലപ്പോഴും അതൊക്കെയാണ് പലപ്പോഴും ഏറ്റവും ഭീതി ജനിപ്പിക്കുന്ന വസ്തുതകൾ എന്നുള്ളത് കാര്യം. അതിനകത്ത് പിന്നീട് ഈ തമിഴ്നാട് ഈ ഡാം സേഫാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് പറയുന്ന എക്സ്പെർട്ട് കമ്മിറ്റിയുടെ മുമ്പിലൊക്കെ അവതരിപ്പിച്ച ചില വാദഗതികളുണ്ട്. അതായത് പ്രധാനപ്പെട്ട ഒരു വാദഗതി നമ്മൾ ഈ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ചർച്ച ചെയ്യുന്നത്. 1800 ആ ഒരു കാലഘട്ടത്തിൽ മുല്ലപ്പെരിയാറിന്റെ അതിന്റെ നിർമ്മാണം ആരംഭിച്ച സമാനമായിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചൊരു ഡാമുണ്ട്, ഈ ഓൾഡ് വിക്ടോറിയ ഡാം എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയിലുള്ള ഒരു ഡാമുണ്ട്. അപ്പോൾ ആ ഡാമിനെ മുൻനിർത്തി ഇവര് ഈ മുല്ലപ്പെരിയാർ ഡാം സേഫാന്ന് പറയുന്നത്. അതായത് അവർ പറയുന്ന കാര്യം ഇതാണ്, ആ ഡാമിന്റെയും ഇതുപോലെ തന്നെ മെയിൻ്റനൻസ് പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു, അപ്പം പിന്നീട് ഡാമിന് കുഴപ്പമുണ്ടായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ വിഷയത്തിൽ ഈ കേരളത്തിൽ നിന്നും വളരെ ശക്തമായിട്ടൊരു ഇടപെടൽ നടത്തിയ ഒരു മന്ത്രിയാണ് NK പ്രേമചന്ദ്രൻ. 2006-11 കാലഘട്ടത്തിൽ കേരളത്തിലെ ജലവിഭവ വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ തമിഴ്നാടിന്റെ പോയിന്റ്സിനെ കൃത്യമായിട്ടുള്ള വാദഗതികളുടെ അടിസ്ഥാനത്തിൽ ഖണ്ഡിക്കുന്നുണ്ട്. ഈ പറയുന്ന ഓൾഡ് വിക്ടോറിയ ഡാം ആയിക്കോട്ടെ, അത് പിന്നീട് വിദഗ്ധർ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ പിന്നീട് നടത്തിയ മെയിൻ്റനൻസ് പ്രവർത്തികൾ അത് ശാശ്വതമല്ല, അത് ഒരു പ്രോപ്പർ ആയിട്ടല്ല നടത്തിയിരിക്കുന്നത്. അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ പിന്നീട് ഈ വിക്ടോറിയ ഡാം ഒക്കെ ഡീകമ്മീഷൻ ചെയ്യേണ്ട ഒരു സ്ഥിതിഗതി വരുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി NK പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് തമിഴ്നാട് പലപ്പോഴും പറയുന്നുണ്ട് ഈ 136 അടിയിലേക്ക് ജലനിരപ്പ് താഴ്ത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന 5 ജില്ലകളിലെയും ഇറിഗേഷൻ അവരെ കാർഷിക വൃത്തിയെ ഗുരുതരമായി ബാധിക്കും. പക്ഷെ അദ്ദേഹം കൃത്യമായിട്ടൊരു കണക്ക് നിരത്തുന്നുണ്ട്. അതായത് ഈ 136 അടിയിലേക്ക് ആക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഒരു ഇറിഗേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം ഹെക്ടർ ആയിരുന്നു. പക്ഷേ 136 അടിയിലേക്ക് മാറ്റിയതിനു ശേഷം അത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. ഏകദേശം 2 ലക്ഷത്തോളം ഹെക്ടർ ആയിട്ട് ഇൻക്രീസ്. അങ്ങനെ ശക്തമായിട്ടൊരു നിലപാട് സ്വീകരിച്ചാൽ ശരിക്കും തമിഴ്നാട് ഈ കൂട്ടണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഓരോ അടി കൂട്ടുമ്പോഴും ഇവർക്ക് ഏകദേശം ഒരു 1.5 ദിവസത്തേനുള്ള വെള്ളം സ്റ്റോർ ചെയ്യും. അപ്പൊ ഇവര് 52 അടി എന്നൊക്കെ അത്രയും എത്തിക്കണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം തന്നെ ഒരു സ്റ്റോറേജ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം മഴ പെയ്യാതിരുന്നാലും ഇപ്പൊ വെള്ളം എത്താതിരുന്നാലും ഇവർക്ക് സുഗമമായിട്ട് ഈ വെള്ളം കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അവരതിനാണ് മസിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് അത്ര ഉയർത്തണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ തന്നെ ഈ തമിഴ്നാട് ഈ വെള്ളം ഈ വൈഗ നദിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ടണലുണ്ട്, ഏകദേശം 100ഓളം അടിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 104 കറക്റ്റ് പറയാൻ 104. അപ്പോൾ അതിന്റെ മുകളിൽ അതായത് 20-25 അടിയിലായാൽ പോലും ഈ പറയുന്ന 136 അടിയിൽ ഇവർക്ക് ജലം സുഗമമായിട്ട് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഇതൊരു രാഷ്ട്രീയ ആയുധം കൂടിയാണ്. ഇപ്പൊ ഈ 136 നിന്ന് 142 ആക്കണം, 142 152 ആക്കണം എന്നൊക്കെ ആവശ്യപ്പെടുമ്പോഴും അവിടുത്തെ കൃഷിയോ അവിടുത്തെ ജലസേചനമൊന്നും അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നിലുള്ളത്. അവിടുത്തെ രാഷ്ട്രീയമായ ഒരു നേട്ടമാണ്. ഈ കരുണാനിധി അധികാരത്തിൽ വരുന്ന സമയത്തും ഇപ്പൊ സ്റ്റാലിൻ അധികാരത്തിൽ വന്നപ്പോഴും അവരുടെ പ്രകടന പത്രികയിലെ മെയിൻ കാര്യമാണ്
ഡാം 152 അടി ആക്കൂന്നുള്ളത്. കൃത്യം പറയുകയാണെങ്കിൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പും അവരുടെ പ്രകടന പത്രികയിൽ കൃത്യമായിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ സ്റ്റാലിൻ അധികാരത്തിൽ വരുമ്പോഴും മെയിൻ അജണ്ട അതായിരുന്നു 152 അടിയാക്കുക. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്നത് പോലെ ഈ രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട്. പക്ഷേ ഈ സെൻട്രൽ ഗവൺമെന്റിന് പലപ്പോഴും ഇതിനകത്ത് ഇടപെടാൻ പറ്റാറില്ല. അത് UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവർക്കൊരു പരിമിതിയുണ്ട്. കാരണം DMKയും കോൺഗ്രസ് ആണ് മുന്നണിയെ നയിക്കുന്നത്. DMK അവരുടെ ഒരു സഖ്യകക്ഷിയാണ്. അതുകൊണ്ട് പരിമിതിയുണ്ട്. പിന്നീട് BJP ഗവൺമെന്റ് 2014 അധികാരത്തിൽ വന്നു. പക്ഷേ ഈ സുപ്രീം കോടതിയുടെ ഭാഗത്തുള്ള ഒരു കേസ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് വേറൊരു വശമുള്ളത് എന്നാന്ന് വെച്ചാല് ഈ തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ ഗവൺമെന്റും കേരളത്തിലെ കാണുമ്പോൾ ഒരു ലെഫ്റ്റ് ചിന്താഗതി. ഈ അച്യുതമേനോന്റെ കാലത്ത് ഇതേപോലെ ഈ കരാറിടാൻ നേരത്തും തമിഴ്നാട്ടിൽ പാർട്ടിക്ക് അവിടെ ഒരു ബേസ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ആരോപണമുണ്ട്. മധുരയിൽ അവർക്ക് ഒരു MP നെയൊക്കെ കിട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ബേസ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ആരോപണമാണ് ഇവരെ കുറിച്ചുള്ള. അപ്പം നിലവിലെ അവസ്ഥയിൽ കേന്ദ്ര സർക്കാർ നോക്കുമ്പോൾ രണ്ടും ലെഫ്റ്റ് ചായവുള്ള പാർട്ടികളാണ് ഇവിടെ രണ്ടിടത്തും ഉള്ളത്. അപ്പൊ ഇവർക്ക് ഇപ്പം കേരളത്തെ സംബന്ധിച്ച് വളരെ ഓപ്പൺ ചാൻസുകളാണ് കിടക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാനം ആയപ്പോൾ തന്നെ അതിന് മുന്നേ ഉള്ള കരാറുകളെല്ലാം റദ്ദാക്കി കഴിഞ്ഞതാണ്. എപ്പോൾ വേണമെങ്കിലും കേരളത്തിന് ഇതിൻ്റെ ഉള്ളിൽ ക്രിയാത്മകമായ ഒരു നിലപാട് സ്വീകരിക്കാനും ഇതിൻ്റെ ഉള്ളിൽ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനുമുള്ള അവസരം എപ്പോഴും കേരളത്തിനുണ്ട്. കേരളമാണ് ഇത് ഉപയോഗിക്കാതിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയക്കാരാണ് ഇത് ഉപയോഗിക്കാതിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം തന്നെ ബാക്ക്ഡോർ മണിയാണ്. ബാക്ക്ഡോർ മണി വരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആരോപണം ഇതിന് പിന്നിലുള്ളത്. കേരളത്തിലെ മാറി മാറി വന്ന സർക്കാരുകളൊന്നും ഒരു ഫലപ്രദമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ശരിയെന്ന് തോന്നുന്നു. ഇപ്പോൾ ജോർജ് ആദ്യം പറഞ്ഞ രീതിയിൽ NK പ്രേമചന്ദ്രൻ ഒഴിച്ച് ഒരു രാഷ്ട്രീയ നേതാവും മുല്ലപ്പെരിയാർ വിഷയത്തിനകത്ത് കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ നാം കാണേണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും മാറി മാറി ഇവിടെ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ഒരു നിലപാട്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വേറൊരു നിലപാട്, ആ ഒരു നിലപാടുകളാണ് പലപ്പോഴും സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പിണറായി വിജയൻ ഇവിടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് മുല്ലപ്പെരിയാർ ഈ അവിടെ സമരമൊക്കെ നടക്കുന്നതും അവിടെ പോയി മനുഷ്യച്ചങ്ങലയൊക്കെ തീർക്കുന്നതും ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ പുതിയ ഡാം വേണമെന്ന് ആവശ്യപ്പെടുകയും അവിടെ പൊതുയോഗത്തിൽ ഒക്കെ സംസാരിക്കുകയും ചെയ്ത ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ ഇരിക്കുന്ന റോഷി അഗസ്റ്റിൻ മന്ത്രി ഇടുക്കിയുടെ MLA ആയിരിക്കുന്ന സമയത്ത് അവിടെ 6 ദിവസം നിരാഹാരം കിടന്നൊരു വ്യക്തി കൂടിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ജലവിഭവ മന്ത്രി. പക്ഷെ എന്നിട്ട് പോലും ഒരു കാര്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നതാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുണ്ടാക്കുന്നതും ദോഷകരമായി മാറുന്നതും. നമ്മളൊരു ക്രിയേറ്റീവായിട്ടൊരു നിലപാടുമായി മുന്നോട്ട് പോയാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പെട്ടെന്ന് ഉണ്ടായില്ലെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ നല്ലൊരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത്, സാഹചര്യമാണുള്ളത്. പക്ഷെ അത് ഫലപ്രദമായി നമ്മുടെ സർക്കാർ ഉപയോഗിക്കുന്നില്ല. ഇടയ്ക്ക് ഒരു ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മാത്രമായി നിൽക്കുന്നു. കേരള ആ കാലഘട്ടത്തിൽ രണ്ട് പ്രസക്തമായിട്ടൊരു കാര്യം നമ്മൾ വിട്ടു. ഒന്ന് ഈ IIT ഡൽഹി, IIT റൂർക്കി, അവരെ വെച്ച് പ്രസക്തമായിട്ട് 2 പഠനങ്ങൾ നടത്തിയിരുന്നു. നമ്മുടെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ആ പഠനങ്ങളൊക്കെ ഈ എംപവേർഡ് കമ്മിറ്റിയുടെ മുമ്പിൽ കേരളം അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അതൊക്കെ തള്ളിപ്പോയി. സുപ്രീം കോടതി റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. സുപ്രീം കോടതിയിൽ കൃത്യമായിട്ട് കേരളത്തിന്റെ ഇതുപോലുള്ള കണ്ടെത്തലുകളൊന്നും ചെന്നിട്ടില്ല എന്ന് പറയുന്നത്. ജലവിഭവ വകുപ്പ് തന്നെ ഇന്റർ സ്റ്റേറ്റ് ഡാം എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് കൊടുത്തത് സുപ്രീം കോടതി. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് രേഖയിൽ അതാ കിടക്കുന്നത്. അങ്ങനെയാണ് ഭയങ്കര ബ്ലണ്ടർ എന്ന് വെച്ചാൽ കേരളം വളരെ നിഷ്ക്രിയമായ നിലപാടുകളാണ് സുപ്രീം കോടതിയിൽ ഇതേ സംബന്ധിച്ച് സ്വീകരിച്ചത്. എന്നിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെ മാത്രമാണ് ഈ പ്രശ്നത്തെ ഇതുവരെ സമീപിച്ചിട്ടുള്ളത്. അതിനൊരു അപവാദം ഈ NK പ്രേമചന്ദ്രൻ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ചർച്ചയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ചർച്ച വൈൻഡ് അപ്പ് ചെയ്യണമെങ്കിൽ ഒരു സൊല്യൂഷൻ എന്തായിരിക്കാം ഇതിൽ? നമുക്കറിയാം വളരെ സെൻസിറ്റീവ് ആണ്, വളരെ നൂറ്റാണ്ടുകളുടെ അല്ലെങ്കിൽ നൂറ്റാണ്ടിന്റെ ഒരു ചരിത്രം ഇതിന് പിന്നിലുണ്ട്. ചില 999 വർഷത്തെ പാട്ടകരാർ എന്ന് പറഞ്ഞ ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു പാട്ടകരാർ അവിടെ നിൽക്കുന്നു. പിന്നീട് 70-ൽ പുതുക്കിയ വളരെ കേരളത്തിന് പറ്റിയ വലിയൊരു അബദ്ധം അവിടെ നിൽക്കുന്നു. തമിഴ്നാടിന് വെള്ളം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്, അതൊരിക്കലും നിരാകരിക്കുന്നില്ല. അത് പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടെ കൃഷിക്ക് വെള്ളം ആവശ്യമുണ്ട്. ഒപ്പം തന്നെ അതിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്നത് കേരളത്തിലെ 35 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും തന്നെ സുരക്ഷിതത്വമാണ്. ഇനി എന്താണ് അതിന്റെ ഒരു പോംവഴി? അത് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത്, ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് പുതിയ ഡാം തന്നെയാണ്. നമ്മൾ ഈ സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു കേസുമായി ഇങ്ങനെ പുറകെ നടന്നിട്ട് നമുക്ക്
ഭാവിയിലാണെങ്കിലും വലിയ പ്രയോജനം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. നമ്മളൊരു പുതിയ ഡാമിന് വേണ്ടി പഠനമൊക്കെ നടത്തി 2012 അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന KM മാണി ഈ ബഡ്ജറ്റിൽ 50 കോടി രൂപ പുതിയ ഡാമിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. അന്ന് അതിനൊരു എസ്റ്റിമേറ്റ് എന്നൊക്കെ പറയുന്നത് ഏകദേശം 800 കോടി രൂപയായിരുന്നു. ഇപ്പൊ ഏതായാലും ഇപ്പൊ അതിന് നടക്കത്തില്ല, ഒരു 3000 കോടി രൂപയെങ്കിലും ആകും. നമ്മൾ ഇപ്പോൾ തന്നെ അതിനൊരു പുതിയ ഡാം എന്ന ഒരൊറ്റ പോയിന്റിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുകയാണ് നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത്. കാരണം ഈ ഡാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 128 വർഷമൊക്കെ പഴക്കമായി. ഒരു ഡാമിന്റെ കാലാവധി എന്ന് പറയുന്നത്, അതിനൊരു ആയുസ് എന്ന് പറയുന്നത് 60 വർഷമൊക്കെയാണ്. അതെല്ലാം പിന്നിട്ട് ഒരു 130 അടുക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും നമ്മളൊരു പുതിയ ഡാമിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ 2 സംസ്ഥാനങ്ങളും സമ്മതിക്കുകയാണെങ്കിൽ പുതിയ ഡാമിന് അനുമതി നൽകാമെന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര വനവകുപ്പിന്റെ അനുമതി ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്, അന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോ നമുക്ക് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് പുതിയ ഡാം തന്നെയാണ്. കേരളത്തിന് സുരക്ഷ, അവർക്ക് വെള്ളം, തമിഴ്നാടിന് വെള്ളം. ആ ഒരു നമ്മുടെ മുദ്രാവാക്യവുമായി മുന്നോട്ട് പോവുക, അതിനുവേണ്ടി അവരെ കൂടി, തമിഴ്നാടിനെ കൂടി ആ ഒരു വഴിയിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല വഴി, പോംവഴി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒപ്പം മറ്റൊരു സൊല്യൂഷൻ ചിലരൊക്കെ പറയുന്നുണ്ട്. ഈ തമിഴ്നാട്ടിൽ തന്നെ, അതായത് പ്രധാനമായിട്ട് ഈ പ്രശ്നം സംഭവിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയരുന്നു. അതിനുശേഷം ഈ വൈഗ ഡാം ഉണ്ട്, ആ ഡാമിൽ നിന്നാണ് പിന്നെ വൈഗ നദിയിലേക്ക് പോകുന്നത്. അപ്പൊ ഈ വൈഗ ഡാമിനൊരു കപ്പാസിറ്റിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ തമിഴ്നാട് മടിക്കുന്നത്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ തന്നെ ഒരു പുതിയൊരു ഡാം ക്രിയേറ്റ് ചെയ്യോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡാമിന്റെ ഒരു സംവിധാനം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ഈ ഒരു ഔട്ട്ഫ്ലോ വളരെയധികം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ജലനിരപ്പ് ഒരു പക്ഷേ 136 120 അടി, നേരത്തെ 2006 നിയമസഭാ കമ്മിറ്റിയൊക്കെ അവിടെ സന്ദർശിച്ചപ്പോൾ അവർ മുന്നോട്ട് വെച്ചൊരു പ്രപ്പോസൽ ആയിരുന്നു 120 അടിയിലേക്കൊക്കെ കൊണ്ടുവരിക. അപ്പോൾ അത്തരത്തിലൊരു ഡാം കൺസ്ട്രക്ട്, അപ്പൊ ഏതൊക്കെ തരത്തിൽ ചിന്തിച്ചു നോക്കിയാലും രണ്ട് ഓപ്ഷനാണ് നമുക്ക് മികച്ചൊരു ഓപ്ഷനായിട്ട് പ്രപ്പോസ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഈ നിലവിലുള്ള ഡാം തീർച്ചയായും ഡീകമ്മീഷൻ ചെയ്യണം, തമിഴ്നാടിന് തീർച്ചയായിട്ടും വെള്ളം കൊടുക്കണം. ഒപ്പം കേരളം വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകളും കാണിക്കണം. അതിന്റെ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഈ വൈഗ ഡാം, നിലവിലുള്ള വൈഗ ഡാമിനോട് സമീപമായി അവർ പുതിയൊരു ഡാം നിർമ്മിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടേക്ക് ഇവിടെ ഒരു കനാൽ വഴി വെള്ം എത്തിക്കുന്നതിനുള്ള ഒരു ക്രമീകരണം ചെയ്യുക തമിഴ്നാട് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും. കാരണം നമ്മുടെ ഈ ജലനിരപ്പ് 136 നിന്നൊക്കെ കുറച്ചൊരു 120 110 ഒരു 100 അടി ആ രീതിയിലേക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും അവിടെ പുതിയൊരു ഡാം നിർമ്മിച്ച് ഇവിടുത്തെ വെള്ളം അവിടെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ആശങ്ക കുറെയൊക്കെ വിട്ടൊഴിയും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പലപ്പോഴും പുതിയ ഡാം പണിയണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പുതിയ ഡാം പണിത് കഴിയുമ്പോൾ ഇനി ഒരു 40 വർഷം കഴിഞ്ഞാൽ ഇതേ പ്രശ്നം പിന്നെ ഉണ്ടാകുക. ഇതേ പ്രശ്നം, ഇതേ സെയിം. കാരണം അടിയിലൊരു ഡാം പണിയുന്നത് ഒരു വലിയ ഡാം, ഇതിലും വലിയൊരു ഡാമാണ് പണിയുന്നത്. അപ്പോൾ കുറച്ച് വർഷം കഴിയുമ്പോൾ ഇതേ സെയിം പ്രശ്നം ഉണ്ടാകുകയാണ്, പുതിയൊരു ഡാം പണിയാനുള്ള സാധ്യതയില്ല. എന്ന് വെച്ചാൽ 40 അല്ലെ 50 വർഷം കഴിയുമ്പോഴത്തേനും തമിഴ്നാടിൻ്റെ ഇതിനോടുള്ള പുതിയൊരു ഡാം ഇനി ഉണ്ടാക്കാൻ പറ്റില്ല, അവിടെ ഡാം ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ ഇത് എല്ലാം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. പിന്നെ പലപ്പോഴും ഇതിനൊരു സൊല്യൂഷൻ പലപ്പോഴും പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പോകുന്ന ഡാമിൻ്റെ ആ ഒരു 104 അടിയിൽ ആണ് വെള്ളം കൊണ്ടുപോകണേ, അത് പിന്നെയും താഴ്ത്തി കുറേയും കൂടെ താഴ്ത്തി ഒരു 75 അടിയിലേക്കോ അല്ലെ 60 അടിയിലേക്കോ എത്തിക്കുക എന്നുള്ളൊരു സൊല്യൂഷൻ പറയുന്നുണ്ട്. അങ്ങനെ നിർത്തിവെച്ച് ഡാമിൻ്റെ ജലനിരപ്പ് താഴ്ത്തുക എന്നുള്ളൊരു സൊല്യൂഷൻ പറയുന്നത്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം വരുന്നത്, ഇതിൻ്റെ അടിയിൽ എന്തോരം ചെളിയും ആയിട്ട് എന്തോരം അടിഞ്ഞുകൂടി കിടപ്പുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല. പക്ഷേ പുതിയൊരു ഡാമിന് ഇങ്ങനെ ഒരു വലിയ പ്രശ്നം കിടക്കുക, പിന്നെ അതൊരു 40 വർഷം കഴിഞ്ഞാൽ ഇതേ പ്രോബ്ലം ഒരു പുതിയൊരു ഡാമിന് അവിടെ നിലനിൽക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് ഇവർ വെള്ളം ഇങ്ങനെ കൊണ്ടുപോകുന്ന അടിയിലേക്ക് താത്തിയാൽ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. ഇവിടെ സ്റ്റോറേജ് നടക്കുകയില്ല, വെള്ളമില്ലാത്ത കാലത്ത്, മഴ പെയ്യാത്ത കാലത്ത് ഇവർക്ക് വെള്ളം ഒട്ട് കൊണ്ടുപോകാനും കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് പോവുക. നിലവിലെ അവസ്ഥയിൽ ഒരുപക്ഷെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ തോന്നുന്നത്, കുറച്ചും കൂടെ ഇത് താത്തി വെച്ചിട്ട് ഇവർക്ക് വൈദ്യുതി ഉൽപ്പാദനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ജലസേചനത്തിന് മാത്രമുള്ള വെള്ളം കൊണ്ടുപോവുക, ഇതിൻ്റെ ജലനിരപ്പ് കുറെ അങ്ങ് താഴ്ത്തി അപകടം സംഭവിക്കും. ഇപ്പം അഥവാ ഒരു ബ്രേക്കപ്പ് ഉണ്ടായാലും ഒരു അപകടം ഉണ്ടാകാത്ത, വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാകാത്ത രീതിയിലേക്ക് ജലനിരപ്പ് താഴ്ത്തി വെക്കുക, അത് അങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണ്
ഒരു സൊല്യൂഷൻ. കാരണം വേറെ പുതിയ ഡാമിന് പോലും 40 വർഷം കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം വരും. അതെ, തീർച്ചയായും. അപ്പോൾ ഈ ഒരു ചർച്ചയുടെ ഏറ്റവും കൺക്ലൂഡിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു ആശയമാണ് മുന്നോട്ട് വെക്കാനുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ, തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം. അപ്പോൾ ആ ഒരു ആശയം അത് പ്രാവർത്തികമാകണമെങ്കിൽ തീർച്ചയായും ഇരു സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ നേതാക്കൾ അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മറന്നുകൊണ്ട്, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മറന്നുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഒരു ചർച്ചയ്ക്ക് ഇരിക്കുക, കൃത്യമായിട്ടുള്ള ജനങ്ങളുടെ ആശങ്കകൾ മുന്നിൽ കണ്ടുകൊണ്ട്, ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങളുടെ ആശങ്കകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അത് നമ്മൾ ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് ഒരു പുതിയ ഡാം, പഴയ ഡാം ഡീകമ്മീഷൻ ചെയ്യുക, അത് തമിഴ്നാടിന്റെ ആശങ്കകൾ കൃത്യമായി പരിഹരിക്കുക. കേരളത്തിന് തീർച്ചയായും ചില വിട്ടുവീഴ്ചകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ചർച്ചകളിലൂടെ മാത്രമേ മുല്ലപ്പെരിയാർ ഡാം എന്ന ഒരു ജലബോംബ് കേരളത്തിലെ മലയാളികളുടെ പലരുടെയും മനസ്സിലുള്ള ആ ഒരു ജലബോംബ് എന്ന ആ ഒരു ആശങ്ക പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ചർച്ചകളിലൂടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ വരുന്നതുവരെ മുല്ലപ്പെരിയാർ ആ ഒരു മേഖലയെ ഭൂകമ്പത്തിൽ നിന്നും ഒപ്പം തന്നെ അതിവൃഷ്ടിയിൽ നിന്നും ദൈവം തന്നെ സംരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസയോടെ എന്താണ് വാസ്തവം ഈ പ്രോഗ്രാം ഇവിടെ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും മറ്റൊരു സംഭവത്തിന്റെ യഥാർത്ഥ വാസ്തവം അന്വേഷിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി.